ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ആളുകളും എന്ത് ചെയ്യുന്നുണ്ട്, ഇന്റർവ്യൂ പങ്കെടുക്കാൻ വേണ്ടി 100 കണക്കിന് ആളുകൾ ഈ ഒരു കോമ്പൗണ്ടിന്റെ, അല്ലെങ്കിൽ ഞാനിപ്പോ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ തൊട്ട് മുൻപിലുണ്ട്. ഞാൻ ഐ വിൽ ഷോ യു, ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും, കാണിച്ചു തരും, യാഥാർത്ഥ്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതില് കുറെ ആളുകൾ നമ്മുടെ ഈ ഓഫീസിനടുത്ത് വന്ന് പറയും, ഇത് സ്പോക്കൺ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ലാംഗ്വേജ് പഠിക്കുന്ന സെന്റർ ആണല്ലേ, എന്ന് വെച്ചാൽ എന്ത് പറ്റി, ഞങ്ങൾക്ക് ഇന്റർവ്യൂവിന് വന്നു, പക്ഷെ അവിടെ ഇരിക്കുന്ന ഇന്റർവ്യൂ ചെയ്യുന്ന ആളുകള് ഇംഗ്ലീഷിലാണ് ചോദ്യം ചോദിക്കുന്നത്, ഞങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. ഞങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾക്ക് പല കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്ത ആളുകളാണ്, നല്ല ഗ്രാജുവേഷൻ ആളുകളാണ്, നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന സ്കില്ലുള്ള ആളുകളാണ്. പക്ഷെ ഭാഷ ഇല്ലാത്തതിന്റെ പേരിൽ അവിടുത്തെ ഇന്റർവ്യൂവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റാത്തതിന്റെ പേരിൽ സ്റ്റക്കായി നിൽക്കുന്ന ഒരുപാട് ആളുകളെ ഞാൻ കാണാൻ കഴിഞ്ഞതാണ്. ഇറ്റ്സ് എ റിയാലിറ്റി. ഞാൻ പറഞ്ഞ റിയാലിറ്റിയാണ്. അപ്പൊ ഇംഗ്ലീഷിന്റെ പ്രത്യേകത, ഇംഗ്ലീഷിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ ഒരിക്കലും പറഞ്ഞു തരേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾക്കൊക്കെ അറിയാം, ഇന്ന് കേരളത്തിൽ നിങ്ങൾ എവിടെ പോയാലും യാത്ര ചെയ്യുമ്പോൾ എവിടെ പോലും അറ്റ്ലീസ്റ്റ് 4-5 ഫ്ലെക്സുകളും ബോർഡുകളും ഇംഗ്ലീഷ് പഠിക്കാം, സ്പോക്കൺ ഇംഗ്ലീഷ് സെന്റർ. നിങ്ങൾക്ക് പല വാട്സപ്പിൽ മെസ്സേജുകളായിട്ടും പല മീഡിയകളായിട്ടും സോഷ്യൽ മീഡിയകളായിട്ടും ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട ഒരുപാട് ക്യാപ്സൂൾ ടോക്സ് കാണാൻ കഴിയും. ദാറ്റ് മീൻസ് ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് എല്ലാവരും ഇംഗ്ലീഷ്, പണ്ട് കാലത്ത് ഒരു ധാരണ ഉണ്ടായിരുന്നത് കുറച്ച് റിച്ച് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ കുറച്ച് ഇൻഷേഡൊക്കെ ചെയ്ത് വെൽ ഡ്രസ്ഡ് ആയ ആളുകൾ, അവർക്ക് മാത്രമേ ഇംഗ്ലീഷ് പറയാൻ പറ്റൂ, അല്ലെങ്കിൽ അവർ മാത്രമേ ഇംഗ്ലീഷ് അറിയുന്നതാണ്. അങ്ങനെയല്ല, ഇന്ന് എല്ലാ ആളുകൾക്കും എന്താണ് ആവശ്യമാകുന്ന ഒരു ഭാഷയാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ സാന്ദർഭികമായിട്ട് ആക്ച്വലി ഈ ഒരു കാര്യം പറയാൻ കാരണം, നമ്മുടെ ഇപ്പൊ ഈ നെസ്റ്റോ ഇവിടെ നടക്കുന്ന ഇന്റർവ്യൂവിന്റെ കാര്യം പറയാൻ, ഇവിടെ ഇപ്പോ നിങ്ങളോടൊന്ന് സംസാരിക്കും തൊട്ട് മുമ്പ് കുറച്ച് ആളുകൾ വന്നിരുന്നു. അവർ പറഞ്ഞ കാര്യമാണ്, ഞങ്ങൾക്ക് ഒരുപാട് സർട്ടിഫിക്കറ്റ് ഉണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ഭാഷയില്ല, ലാംഗ്വേജ് ഇല്ല. ഞങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആരുമായിട്ടാണ് ഇന്റർനാഷണൽ പീപ്പിളുമായിട്ട്. നിങ്ങളെല്ലാം എയർപോർട്ട് മാനേജ്മെന്റ്, ഏവിയേഷൻ കോഴ്സ്, അതുമായി ബന്ധപ്പെട്ട് എന്ത് കോഴ്സ് എടുക്കുകയാണെങ്കിലും യു ആർ ഗോയിങ് ടു ഹാൻഡിൽ വിത്ത് ഇന്റർനാഷണൽ പീപ്പിൾസ്. നിങ്ങൾ മറ്റുള്ള ആളുകളുമായിട്ടാണ്, പ്രത്യേകിച്ച് ഈ ഒരു ഫീൽഡിലാകുമ്പോൾ നിങ്ങൾക്ക് അറിയാം അതിന്റെ പ്രത്യേകത എന്താകും. നിങ്ങൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത് ഇന്റർനാഷണൽ ആളുകളുമായിട്ടാണ്, മറ്റു യാത്രക്കാരായ ആളുകളാണ്, അല്ലെങ്കിൽ മറ്റുള്ള കൺട്രീസിലെ ആളുകളുമായി ബന്ധപ്പെട്ടാണ്. നിങ്ങൾ സംസാരിക്കുന്ന മീഡിയം ഇറ്റ്സ് ഇംഗ്ലീഷിലായിരിക്കുമ്പോൾ നിങ്ങൾക്കുള്ള സ്കിൽ ഇംഗ്ലീഷിലുണ്ടാകും. ഓഫ് കോഴ്സ് നിങ്ങളെ ഹയർ ചെയ്യാൻ ആയിരക്കണക്കിന് ആളുകളുണ്ടാകും. നിങ്ങളുടെ മാർക്കിനേക്കാളും ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഡിപ്ലോമയെക്കാളും അല്ലെങ്കിൽ ഡിഗ്രിയെക്കാളും സർട്ടിഫിക്കറ്റിനേക്കാളും കൂടുതൽ അതിന്റെ കൂടെ ഇഫ് യു ഹാവ് ലാംഗ്വേജ്, ഓഫ് കോഴ്സ് ദാറ്റ്സ് എ പോളിഷ്. നിങ്ങൾക്ക് ലാംഗ്വേജ് ഉണ്ടെങ്കിൽ എന്താണ് അത് ഒരു നമുക്ക് പവറാണ്, വെപ്പണാന്ന് പറയുന്നത്. നമ്മൾ പണ്ട് ആളുകൾ പറയാറുണ്ട്, എവിടെ പോയാലും രക്ഷപ്പെടും, നമുക്ക് എന്തുണ്ടായാൽ മതി, സംസാരിക്കാനുള്ള കപ്പാസിറ്റി, സംസാരിക്കാനുള്ള സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ നമ്മൾ വിജയിക്കാൻ കഴിയുന്നതാണ്. എവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ മലയാളികളായിട്ട് നമ്മൾ മറ്റു രാജ്യങ്ങളിൽ പോകുന്ന സമയത്ത് നമ്മൾ മലയാളം പറഞ്ഞതുകൊണ്ട് നത്തിങ് ഈസ് ദെയർ. വി ഹാവ് ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷ നമുക്ക് അനിവാര്യമാണ്. അതുകൊണ്ടാണ് ഇവിടേക്ക് ഈ ഒരു കോഴ്സിന്റെ കൂടെ നമ്മൾ ആഡ് ഓൺ ആയിട്ട് ഈ ഒരു കോഴ്സിന്റെ കൂടെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന മനോഹരമായ ഭാഷ നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. ഞാൻ പറയുന്നത് ഓഡിയബിൾ ആണോ നിങ്ങൾക്ക്? ആണോ? ഓഡിയബിൾ ആണ്. യെസ്, ഓക്കെ. അപ്പോ ഇത് ഓൺലൈനിൽ പഠിക്കാൻ പറ്റുമെന്നുള്ള ആശയം പല ആളുകൾക്കും ഉണ്ടായിരിക്കും. കണ്ടിന്യൂ ആയിട്ട് വർഷങ്ങളായിട്ട് സ്വീസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം, ആ ഒരു സ്വീസ് എന്ന പ്ലാറ്റ്ഫോം ഇന്ന് അറിയാം 24 എന്ന് പറയുന്ന ന്യൂസിലൊക്കെ വീഡിയോയിലൊക്കെ അത്രയും വലിയ ഒരു ശൃംഖലയിലൊക്കെ ഈ 24 ന്യൂസ് ഒക്കെ നമുക്കറിയാം ആധികാരികമായിട്ട് ഒരു ചാനലാണ്. ആ ചാനൽ വരെ ബാംഗ്ലൂരിൽ വന്ന് സ്വീസ് എന്ന് പറയുന്ന വലിയ വിദ്യാഭ്യാസ സമ്പത്തെ വലിയ അത്ഭുതത്തോടെ ഉറ്റുനോക്കിയിട്ടുള്ള ഒരു രംഗമുണ്ട്. അപ്പൊ അതൊക്കെ എന്താ പറയുക, ഇതിന് ഓൺലൈനിന്റെ വളർച്ചയാണ്. ഒരിക്കലും കുട്ടികൾ കുറഞ്ഞല്ല പോകുന്നത്, ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഓഫ് കോഴ്സ് ഇഫ് യു ഹാവ് ഡെഡിക്കേഷൻ, ഇഫ് യു ഹാവ് കമ്മിറ്റ്മെന്റ്, ഇഫ് യു ഹാവ് പാഷൻ, ഓഫ് കോഴ്സ് യു ക്യാൻ ഡു എനിത്തിങ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ ഭാഷയുമായി ബന്ധപ്പെട്ടാണ് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. വളരെ ഷോർട്ടായിട്ട് പറയാം, വെരി സിമ്പിൾ ആയിട്ടുള്ള ഒരു ഭാഷയാണ് ഇംഗ്ലീഷ് എന്ന് പറയും. നമുക്ക് പലപ്പോഴും ഏത് കാര്യം പഠിക്കുമ്പോഴും +1 ഉള്ളവരും +2 ഉള്ളവരും ഡിഗ്രി ഉള്ളവരും ഡിഗ്രി ഇല്ലാത്തവരും ഏത് ആളാണെങ്കിലും വേണ്ടിയില്ല, അപ്പൊ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ഭാഷ നമുക്ക് അത്യാവശ്യമാണ്. ഈ ഭാഷ നിങ്ങളുടെ കോഴ്സിനെ കൂടെ പഠിക്കുന്നത് നിങ്ങൾക്കുള്ള പ്രയോജനം എന്ന് വെച്ചാൽ നിങ്ങളുടെ കോഴ്സ് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നിങ്ങൾ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടി വരും. ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ജോബ് വേണമെങ്കിൽ ഇന്റർവ്യൂ ഫേസ് ചെയ്യേണ്ടി വരും. ആ ഇന്റർവ്യൂ ഫേസ് ചെയ്യുമ്പോൾ നമുക്ക് സംസാരിക്കാൻ ഒരു കോൺഫിഡൻസ് വേണം. ആ കോൺഫിഡൻസ് ഉണ്ടാവണം. നമ്മൾ മലയാളത്തിനേക്കാൾ നമുക്ക് ലാംഗ്വേജ് ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലല്ല ഇന്റർനാഷണൽ ലെവലിൽ നിങ്ങൾക്ക് ഷൈൻ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ജോബിന്റെ പൊസിഷൻ മാറാം ലാംഗ്വേജ് ഉണ്ടെങ്കിൽ. എനിക്കറിയുന്ന സുഹൃത്തുണ്ട്, ഒരുപാട് ഗ്രാജുവേഷൻ ഉണ്ട്, PG ഉണ്ട്, പക്ഷേ
ഹി ഹാസ് നോ ഐഡിയ അബൌട്ട് ലാംഗ്വേജ്. ലാംഗ്വേജിനെ പറ്റി ഒരു ഐഡിയ ഇല്ല. അപ്പൊ നമ്മുടെ അടുത്ത് പല സമയം ഇന്റർവ്യൂവിന് ആളുകൾ വരുന്ന സമയത്ത് നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരുപാട് സിസ്റ്റമുണ്ട്. പല ടീച്ചേഴ്സിനെ ഇന്റർവ്യൂ ചെയ്യാറുണ്ട്. അപ്പൊ ടീച്ചേഴ്സിനെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഒരുപാട് ഡിഗ്രി ഉണ്ട്, PG ഉണ്ട്, ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് കഴിഞ്ഞിട്ടുണ്ടാവും, BEd കഴിഞ്ഞാലായിരിക്കും, MEd കഴിഞ്ഞാലായിരിക്കും, മറ്റും PhD ഒക്കെ ഉള്ള ആളുകളായിരിക്കും. പക്ഷെ എന്തായിരിക്കും ലാംഗ്വേജ് ഉണ്ടാവില്ല. എന്നാൽ അവിടെ വെറും ഡിഗ്രി മാത്രമുള്ള ഒരു സ്റ്റുഡന്റ് വന്നിട്ടുണ്ടാവും. ആ ഡിഗ്രി മാത്രമുള്ള ആളുകൾക്ക് ഓഫ് കോഴ്സ് അവർക്ക് നല്ല ലാംഗ്വേജ് ഉണ്ടായിരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല ലാംഗ്വേജ് ഉള്ള അല്ലെങ്കിൽ നല്ല സ്ട്രെങ്ത്, നല്ലൊരു സ്കില്ല് ഉണ്ട്, അല്ലെങ്കിൽ നല്ല സ്ട്രോങ് പേഴ്സൺ ആയ ആളുകളെയാണ് എന്ത് ചെയ്യുക, നമ്മൾ ആക്ച്വലി ആ ഒരു ജോബിന് എന്ത് ചെയ്യുക, നമ്മൾ ഹയർ ചെയ്യാന്നുള്ളത്. സോ ദാറ്റ് മീൻസ് ലാംഗ്വേജ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഇറ്റ്സ് എ വെരി സിമ്പിൾ ലാംഗ്വേജ്. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ് വളരെ മനോഹരമായ ഭാഷയാണ്. ഞാൻ ഒരാൾ ചോദിക്കാം, ഇതിൽ നിങ്ങൾ മൈക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ ചോദിക്കുക, പറയണം, ഇംഗ്ലീഷാണോ മലയാളമാണോ ഏറ്റവും വലിയ സിമ്പിൾ ലാംഗ്വേജ്? ആരെങ്കിലും ഒരാൾ ആൻസർ പറഞ്ഞു. ഇംഗ്ലീഷാണോ മലയാളമാണോ ഏറ്റവും സിമ്പിൾ? സോറി, ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷാണ്. ഷഹലയാണ് ആൻസർ പറഞ്ഞത്, ഇംഗ്ലീഷാണ് അല്ലെ? ഓക്കെ, വേറെ ആരെയും ഫ്രം ഷഹല? ഫ്രം ആലുവ. ആലുവ. ഓക്കെ, ഷഹല പറഞ്ഞു ഇംഗ്ലീഷാണ് വളരെ ഈസി. വേറെ ഒരാൾ കൂടി ആൻസർ പറഞ്ഞു. ഇനി വേറെ ആരെങ്കിലും ആൻസർ പറയാൻ പറ്റുമോ? മൈക്ക് ഓൺ ആണെങ്കിൽ ഒരാളും കൂടി ആൻസർ പറയും. മലയാളമാണോ ഇംഗ്ലീഷാണ് ഏറ്റവും വലിയ സിമ്പിൾ ആയ ലാംഗ്വേജ് എന്ന് പറയാം? എനിവൺ? ആരുമില്ല. മൈക്ക് ഓൺ ചെയ്യാൻ പറ്റാത്ത സംവിധാനം ഉണ്ടോ എനിക്കറിയില്ല, അതുകൊണ്ടാണ്. നിങ്ങൾ റീപ്ലേ ചെയ്യുന്നില്ല, നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ മറുപടി പറയണം. അതാണ് ഏറ്റവും വലിയ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുമ്പോൾ തിരിച്ചു പറയാന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യം നിങ്ങൾക്കും, നിങ്ങൾ പറയുന്ന കാര്യം നമുക്ക് മനസ്സിലാവുമ്പോഴാണ് അവിടെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. ഞാൻ പറയുന്നത് മനസ്സിലായിട്ടില്ല വേറെ ആരെങ്കിലും ഒരാളും കൂടി എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറയൂ, ഹായ് പറയൂ. ഷഹല പറഞ്ഞു, വേറെ ആരെങ്കിലും ഉണ്ടോ? ഷഹൽ സ്റ്റുഡന്റ് ആണോ? സ്റ്റുഡന്റ് ആണ് ഞാൻ. +2 NIOS പഠിക്കാം. സൂപ്പർ. ഓക്കെ, ശരി, താങ്ക് യു ഷഹല. അപ്പൊ എന്തായാലും ഇത്രയാണ് നമ്മൾ പറഞ്ഞാൽ. ഷഹല പറഞ്ഞു ഇംഗ്ലീഷ് വെരി ഈസി ലാംഗ്വേജ് ആണ് പറയില്ലേ? ഓക്കെ, മലയാളം നമ്മൾ മലയാളികളാണ്, നമ്മളൊക്കെ മലയാളികളാണ്. പലപ്പോഴും മലയാളികളെ നമുക്ക് മലയാളം നല്ല മടുക്കറെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ പല ആളുകൾക്കും മലയാളത്തിൽ എത്ര അക്ഷരങ്ങൾ ഉണ്ടെന്ന് അറിയാൻ പറ്റൂല. മനസ്സിലായോ? നമ്മൾ ഷഹല എത്ര അക്ഷരങ്ങളുണ്ട് മലയാളത്തിൽ? മറന്നുപോയി അല്ലേ? ഓക്കെ, നിങ്ങൾ ആലോചിച്ചു, നമ്മൾ മലയാളികളാണ്, പക്ഷെ നമുക്ക് മലയാളത്തിൽ എത്ര അക്ഷരങ്ങൾ ഉണ്ടെന്ന് ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആയി. പക്ഷെ ഷഹലോട് ചോദിക്കുകയാണ്, എത്ര അക്ഷരമുണ്ട് ഇംഗ്ലീഷിലെ? ഷഹല എത്ര അക്ഷരങ്ങളുണ്ട് ഇംഗ്ലീഷില്? വെറുതെ പറയും, തെറ്റിലൊന്നും കുഴപ്പമില്ല. ഇവിടെ 23 ആണ് അല്ലേ? 23 ആണ്. വേറെ ആരെങ്കിലും ആൻസർ പറയോ? 26. റുബിയ പറഞ്ഞു 26 പറഞ്ഞു. ഓക്കെ, റൈറ്റ്, വെരി ഗുഡ്. ഇനി വേറെ ഷബീന പറഞ്ഞു 26 എന്ന് പറഞ്ഞു. ഇനി അതേ ഷബീനോടെ ചോദിക്കുന്നു, മലയാളത്തിൽ എത്ര അക്ഷരമുണ്ട് ഷബീന? അല്ലെ, റുബിയ പറഞ്ഞേ, എത്ര അക്ഷരമുണ്ട് മലയാളത്തിൽ? റുബിയ 56 ആണ് തോന്നുന്നു. 56 52 56 ആണെന്ന് തോന്നുന്നു അല്ലെ? ഷബീന പറഞ്ഞു 52, 56 ഡിഫറെന്റ്. ലേലവിളി തുടങ്ങും. പണ്ട് ഈ മലയാളം എത്ര അക്ഷരമാണ് ചോദിച്ചു കഴിഞ്ഞാൽ ലേലവിളിയാണ്. ഒരാൾ 50 പറയും, മറ്റൊരാൾ 52 പറയും, 53 പറയും, 56 പറയും, 62 പറയും. ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകൾ ഡിഫറെന്റ് ആൻസേഴ്സ് ആയിരിക്കും. നമ്മൾ ആലോചിച്ചു പോകും, നമ്മൾ മലയാളികളാണ് അല്ലെ? പക്ഷെ നമുക്ക് മലയാളത്തിന്റെ ഭാഷയിൽ എത്ര അക്ഷരങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആണ്. എന്നാൽ ഇംഗ്ലീഷ് നമ്മൾ പറഞ്ഞു 26 ലെറ്റേഴ്സ്, 26 അക്ഷരങ്ങളാണ്. മലയാളികൾ മലയാളം പറയുന്ന പോലെ മലയാളം പറയുന്ന വിദേശികൾ വളരെ കുറവാണ്. മനസ്സിലായോ? മലയാളികൾ മലയാളം പറയുന്ന പോലെ മലയാളം പറയുന്ന വിദേശികൾ കുറവാണ്. എന്നാൽ ഇംഗ്ലീഷിനെക്കാളെക്കാളും അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് പറയുന്ന മലയാളികൾ ഉണ്ടെന്നതാണ്. ദാറ്റ് മീൻസ് ഇംഗ്ലീഷ് ഇസ് എ വെരി സിമ്പിൾ ലാംഗ്വേജ് ആൻഡ് ഇംഗ്ലീഷ് ഇസ് എ വെരി ഈസി ലാംഗ്വേജ്. നമ്മളിവിടെ ഇംഗ്ലീഷ് ഭയങ്കര സ്ട്രോങ് ആയിട്ട്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ഭയങ്കര എന്താ പറയാ, അൺകംഫർട്ട് ആയിട്ടല്ല പഠിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ട്, വളരെ ഹാപ്പി ആയിട്ട്, വളരെ നമ്മൾ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ആക്ച്വലി ഇവിടെ നമ്മൾ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്നത്. ഇതിൽ +2 കഴിഞ്ഞ ആളുകളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ലാംഗ്വേജ് അറിയാത്ത ആളുകളുണ്ടായിരിക്കാം, ലാംഗ്വേജ് കുറച്ച് അറിയുന്ന ആളുകളുണ്ടായിരിക്കാം. ഇവിടെ നമ്മൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന സിസ്റ്റം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് ഓൺലൈനിലൂടെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാനാണ്. അല്ലെങ്കിൽ എനിക്ക് അറിയുന്ന കുറെ കാര്യങ്ങൾ പഠിപ്പിക്കാനല്ല നമ്മൾ സ്വീസിന്റെ ഇംഗ്ലീഷ് കോഴ്സിന്റെ പ്രത്യേകത. നമ്മൾ ഇംഗ്ലീഷ് കോഴ്സ് സ്വീസിൽ ചെയ്യുന്ന ഏത് കോഴ്സ് എടുക്കുമ്പോഴും നമ്മൾ സ്വീസിൽ മാക്സിമം മോണ്ടിസോറി എടുക്കുന്ന ആളുകൾക്ക് നമ്മൾ സ്വീസിൽ എന്ത് കൊടുക്കുന്നു, ലാംഗ്വേജ് കൊടുക്കുന്നുണ്ട്. അതേപോലെ മറ്റുള്ള പല കോഴ്സുകൾക്കും കോംപ്ലിമെന്റ് ആയിട്ട് നമ്മൾ എന്ത് കൊടുക്കാറുണ്ട്, ലാംഗ്വേജ് കൊടുക്കാറുണ്ട്. അപ്പൊ നിങ്ങളുടെ കോഴ്സിന് എന്താ ചെയ്യുന്നുണ്ട്, ലാംഗ്വേജ് അത്യാവശ്യമാണ്. മറ്റുള്ള എല്ലാ കോഴ്സിനേക്കാളും കുറച്ചുകൂടി അത്യാവശ്യം നിങ്ങളുടെ കോഴ്സിന് ഇംഗ്ലീഷ് ഭാഷ എന്ന് പറയും. അപ്പൊ ഇംഗ്ലീഷ് ഭാഷ നിങ്ങൾ പഠിപ്പിക്കുന്നത്
വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ സിമ്പിൾ മെത്തേഡിലൂടെ നമുക്ക് ആവശ്യമായ കാര്യങ്ങളെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ കണ്ടെത്തി നിങ്ങൾക്ക് വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്ത മൊഡ്യൂളിലൂടെ എന്ത് ചെയ്യുക നമ്മൾ പഠിപ്പിക്കാറാണ്. അത്തരം വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് മെത്തേഡിലൂടെയാണ് എന്ത് ചെയ്യുക നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിപ്പിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സ്വായത്തമാക്കാൻ നമ്മൾ എന്ത് ചെയ്യുക ഒരു പ്രാക്ടീസ് ബിക്കോസ് ഇറ്റ്സ് എ വെരി സിമ്പിൾ ലാംഗ്വേജ്. ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് ഇത് വളരെ സിമ്പിൾ ലാംഗ്വേജ് ആണ്. ഇവിടെ കുറച്ച് പഠിപ്പുള്ളവരും അല്ലെങ്കിൽ കൂടുതൽ നോളജ് ഉള്ളവരും അങ്ങനെ ഒരു വ്യത്യാസമില്ല. എല്ലാവർക്കും ഭാഷ പഠിക്കാൻ പറ്റും. നമ്മൾ ഈ ഭാഷകളെ പറ്റി പറയുമ്പോഴാണ് ഇംഗ്ലീഷ് ഭാഷയുടെ പ്രത്യേകിച്ച് 26 അക്ഷരങ്ങളുള്ളൂ. ഈ 26 അക്ഷരങ്ങൾ വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ ലോകത്ത് ഇമ്പോർട്ടൻസ് ഓഫ് ഇംഗ്ലീഷിനെ പറ്റി ഒരിക്കലും പറയേണ്ട ആവശ്യമില്ല. അതൊക്കെ എന്നെക്കാളും കൂടുതൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറയുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ നമ്മൾ സംസാരിപ്പിക്കുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ സംസാരിക്കാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ കുറെ പാറ്റേണുകളുണ്ട്. ഈ പാറ്റേണുകളിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുക ഇംഗ്ലീഷിൽ പഠിപ്പിക്കാൻ ട്രൈ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു പാറ്റേൺ ഞാൻ പറയാം. ലെറ്റ്സ് എന്ന് പറഞ്ഞ പാറ്റേൺ ലെറ്റ്സ് ലെറ്റ് അസ് അതിനെയാണ് ലെറ്റ്സ് എന്ന് പറയുന്നത്. ആക്ച്വലി ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്നാണ്. ഈ ലെറ്റ്സ് വെച്ച് യു ക്യാൻ ക്രിയേറ്റ് വെൻ യു ലേൺ വൺ പാറ്റേൺ യു ക്യാൻ ക്രിയേറ്റ് 1000 ഓഫ് സെന്റൻസ് ഇൻ വൺ പാറ്റേൺ. ഒരു പാറ്റേൺ പഠിച്ചു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് സെന്റൻസ് നമുക്ക് പഠിക്കാൻ പറ്റുന്ന പറയാൻ പറ്റുന്ന മനസ്സിലായോ? ഒരു പാറ്റേൺ പഠിച്ചു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് സെന്റൻസ് നമുക്ക് പറയാൻ പറ്റും. ഉദാഹരണം ലെറ്റ്സ് എന്ന് പറയുന്ന ഒരു പാറ്റേൺ ആണ്. ഈ ലെറ്റ്സ് എന്ന് പറഞ്ഞ അർത്ഥം നമുക്ക് എന്നാണ്. ഈ നമുക്ക് എന്ന് എവിടെ പറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നോ അവിടെയൊക്കെ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും ലെറ്റ്സ് എന്ന് യൂസ് ചെയ്യാൻ പറ്റും. ഉദാഹരണം നമുക്ക് സംസാരിക്കാം ലെറ്റ്സ് സ്പീക്ക്, നമുക്ക് ചോദിക്കാം ലെറ്റ്സ് ആസ്ക്. അപ്പൊ ഞാൻ റൂബിയോട് ചോദിച്ചോടെ റൂബിയ നമുക്ക് പോകാം എന്ന് ചോദിക്കാം. റൂബിയ എങ്ങനെ പറയും നമുക്ക് പോകാം എന്ന് പറയാം? ആരെങ്കിലും ഒരാളെ പറഞ്ഞു ഷഹല നമുക്ക് പോകാം. വെരി ഗുഡ് ലെറ്റ്സ് ഗോ ഒക്കെ വായിക്കാം. നമുക്ക് സംസാരിക്കാം. ഹൗ യു ക്യാൻ സേ നമുക്ക് സംസാരിക്കാം. Very good. Let's speak. Let's speak. All right. Okay. Right. നമുക്ക് വിളിക്കാം. How you can say നമുക്ക് വിളിക്കാം? Thank you, Shadia. Let's call. Very good. Okay, right. അപ്പൊ നിങ്ങൾ അനുസരിച്ചു ഒരു പാറ്റേൺ ആണ് ലെറ്റ്സ് എന്ന് പറയുന്നത്. ഇതേപോലെ 10-20 പാറ്റേണുകളുണ്ട്. നമ്മളൊരു ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ അല്ലെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് അത്യാവശ്യമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കണമെന്ന് തോന്നുന്ന 20ഓളം പാറ്റേണുകൾ 20-25ഓളം പാറ്റേണുകളാണ് നമ്മുടെ ഈ കോഴ്സ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ഈ ഒരു പാറ്റേൺ വളരെ സിമ്പിൾ ആയിട്ട് ഒറ്റ പാറ്റേൺ പറഞ്ഞു. ഞാനിതിന് ഗ്രാമർ പ്രശ്നങ്ങളോ ഒരു കാര്യം ഞാൻ സംസാരിച്ചില്ല. അപ്പോൾ നിങ്ങൾ എന്ത് പറയാൻ തുടങ്ങി? അതിന്റെ എക്സാമ്പിൾസ് പറയാൻ തുടങ്ങി. ഇത് ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു സംഭവമാണ്. ഇതേപോലെ 10-25ഓളം പാറ്റേണുകളുണ്ട്. ഈ പാറ്റേൺ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങളുടെ ഓഫീസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങളുടെ കോഴ്സ് നിങ്ങളെ ജോബിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റം ആക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. അവിടെ ഗ്രാമറിന് നമ്മൾ നോക്കേണ്ട. ഗ്രാമർ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതിന്റെ ഇപ്പൊ നമ്മൾ ഗ്രാമർ പഠിപ്പിക്കുമ്പോഴാണ് നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കുക. പക്ഷെ നമ്മൾ ഗ്രാമർ എന്ത് ചെയ്യുന്നത് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടാണ് ഗ്രാമർ നമ്മൾ എന്ത് ചെയ്യുന്നത് പഠിച്ചു പോകുന്നത്. അല്ലാതെ ഇത് ഗ്രാമറാണ് ഞാൻ പഠിപ്പിക്കുന്ന ഓക്സിലറികളാണ് സബ്ജക്റ്റ് ആണ് വെർബാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രഡീഷണൽ മെത്തേഡ് അല്ലാതെ വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ക്ലാസ്സിലൊക്കെ നമ്മൾ എല്ലാ കോഴ്സിനും കൂടെ ലാംഗ്വേജ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. സോ നിങ്ങൾ ആലോചിച്ചു നിങ്ങൾ ജോബ് കിട്ടി, നിങ്ങൾ കോഴ്സ് മനോഹരമായിട്ട് നമ്മൾ CC കംപ്ലീറ്റ് ചെയ്തു. CC കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടുന്നറിയോ? ലാംഗ്വേജ് കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നു പ്ലസ് നിങ്ങൾക്ക് ലാംഗ്വേജ് കിട്ടുന്നു. പിന്നെ നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾ ഇന്റർവ്യൂവിന് വരും. ഓഫ് കോഴ്സ് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടി വരും. ആ ഇന്റർവ്യൂവിനുള്ള എല്ലാ സപ്പോർട്ടും ഞങ്ങൾ നിങ്ങൾക്ക് തരും. ആ സപ്പോർട്ട് ഇന്റർവ്യൂ ചെയ്ത് നിങ്ങൾ ഇന്റർവ്യൂ ചേർന്ന് കഴിഞ്ഞു ജോയിൻ ചെയ്ത് നിങ്ങൾ സക്സസ് ആയി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ജോബ് കിട്ടുമല്ലോ. ആ ജോബ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്ന നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് സ്ട്രേഞ്ചേഴ്സിനെയാണ്. ഒരുപാട് ഇന്റർനാഷണൽ സ്ട്രേഞ്ചർ ആളുകൾ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന ആളുകളും അറിയാത്ത ആളുകളും നിങ്ങളെ കസ്റ്റമേഴ്സ് ആയ ആളുകളും ക്ലയൻസുകളും നിങ്ങളെ അന്വേഷിക്കുന്ന ആളൊക്കെ അവരോട് സംസാരിക്കാനുള്ള ഒരു ആയുധമാണ് നിങ്ങൾക്ക് എന്ത് പറയുക ലാംഗ്വേജ് എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ ജോബ് കരിയറിനെ ഉയർച്ച ബാധിക്കുന്നതാണ് നിങ്ങളുടെ ലാംഗ്വേജ്. നിങ്ങൾ എത്രത്തോളം ലാംഗ്വേജ് എത്രത്തോളം സ്കില്ലുകൾ നിങ്ങളുടെ ജോബിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമോ അത്രത്തോളം സമയം നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ ഏർണിങ്സ് ഉയർത്താവുന്നതാണ്. നിങ്ങളുടെ ജോബ് കോളറിന്റെ സ്റ്റെപ്പ് നിങ്ങൾ ഉയർത്തിക്കൊണ്ടാവുന്നതാണ്. ഇപ്പോ ഇതിന്റെ എക്സ്പേർട്ടുകളായിട്ടുള്ള സാറുമാരുണ്ട്. അവരോട് പറഞ്ഞാൽ അവർക്ക് ഒരുപക്ഷെ ഇതിനേക്കാളും അധികമായിട്ട് പറയും. എങ്ങനെയാണെന്നറിയോ? ഉദാഹരണം നിങ്ങൾ കോഴ്സ് കഴിഞ്ഞു, അടിപൊളി കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു, നിങ്ങൾ ഇന്റർവ്യൂവിന് പോയി ലാംഗ്വേജ് ഇല്ല. ഓഫ് കോഴ്സ് അവരെ സംബന്ധിച്ചിടത്തോളം ലാംഗ്വേജ് ഇല്ലാതെ വരുമ്പോൾ അവർക്ക് ചില പ്രശ്നം ഉണ്ടാവും. എന്നാൽ നിങ്ങൾക്ക് ഈ കോഴ്സിന് കൂടുതൽ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? യെസ് യു ഹാവ് ലാംഗ്വേജ്. ആ ഒരു കോൺഫിഡൻസ് കിട്ടാവുന്നതാണ്. ആ കോൺഫിഡൻസ് വേണ്ടിയിട്ട് എല്ലാ സിസ്റ്റവും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ CSന്റെ പ്ലാറ്റ്ഫോമിൽ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ലാംഗ്വേജിനെ പറ്റി നിങ്ങൾ ഒരിക്കലും അറിയാൻ വേണ്ട എക്സ്പേർട്ടുകളുടെ ക്ലാസ്സുകളാണ് ഇതിലൂടെ കിട്ടുക. ഓരോ മെത്തേഡും ഡിഫറെന്റ് ആയിട്ടുള്ള മെത്തേഡിലൂടെ
ഡിഫറെന്റ് ആയ രീതിയിലൂടെ വളരെ ഈസി ആയിട്ട് ഒരു സ്ട്രെസ്സും ഇല്ലാതെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ പക്ഷേ ഇതൊക്കെ ആയിരുന്നു ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഇത്ര ഉണ്ടായിരുന്നുള്ളോ, ഇത്രയുള്ളൂ പഠിക്കാൻ എന്നുള്ള ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന, ഒരു ഓഫീസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ ജോബിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങളുടെ കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങളുടെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ലാംഗ്വേജുകൾ ഇവിടെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇനി നമ്മുടെ സമയം കൂട്ടുന്നില്ല, മറ്റുള്ള എക്സ്പെർട്ടുകൾ സംസാരിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ എല്ലാ സമയത്തെ വാല്യൂ ചെയ്യണം. സോ ഡിയർ ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ടു ദിസ് വണ്ടർഫുൾ പ്ലാറ്റ്ഫോം. ഈ ഒരു മനോഹരമായ പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്യണം. സ്വീസിന്റെ ഞാൻ പറഞ്ഞു ഓൺലൈനിലാണ് പഠിക്കുന്നതിന് ഒരു ആശങ്ക വേണ്ട. നിങ്ങൾ ഓഫ്ലൈനിൽ പഠിക്കുന്നതിനേക്കാളും മനോഹരമായിട്ട് അതേ മെത്തേഡിലൂടെ അതേ ഫീലിംഗിലൂടെ നിങ്ങൾ പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു വലിയൊരു സിസ്റ്റം, വലിയൊരു ക്രൂ, വലിയൊരു സംവിധാനം ഈ സ്വീസിന്റെ വലിയൊരു പ്ലാറ്റ്ഫോമിൽ ഉണ്ട് എന്നുള്ളതാണ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, do well and all the best. Welcome to this wonderful course. Thank you very much. Thank you. Any doubts? If you have any questions, you can ask now. So I hand over the session to Harris. Thank you. Okay, thank you very much. Disha? Harris sir? Okay. Any doubts? എന്തെങ്കിലുണ്ടോ? Any doubts ഉണ്ടോ? ലാംഗ്വേജുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ എന്തെങ്കിലും എങ്ങനെയാണ്, എന്താണ്, അല്ലെങ്കിൽ എങ്ങനെ ഉൾപ്പെടെ any doubts ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹാരിസ് സാർ ജോയിൻ ചെയ്യുന്നവരെ. Okay. Nesija, where are you from, Nesija? Sir, can you say one more example to pattern? Oh, sure, Shadia. ഇപ്പൊ ലക്ഷ്യം എന്ന് പറയാൻ നമുക്ക് അല്ലെ ഉദാഹരണം മറ്റൊരു പാറ്റേൺ ആണ്. ഫോർ എക്സാമ്പിൾ യൂസ്ഡ് ടു, സോറി നീഡ് ഇറ്റ് ഒരു പാറ്റേൺ ആണ് നീഡ് ഇറ്റ് എന്ന് പറയുന്നത്. ഈ നീഡ് ഇറ്റ് എന്ന് പറഞ്ഞ അക്ഷരം എന്താ? ആവശ്യമില്ലാതെ. നീഡിന്റെ അർത്ഥം ആവശ്യമില്ലാതെ. നമ്മൾ ഈ 25ഓളം പാറ്റേൺ പഠിപ്പിച്ച് നിങ്ങൾ എക്സാമ്പിൾ ചെയ്ത് നിങ്ങൾക്ക് സംസാരത്തിന് ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കാൻ. നിങ്ങൾക്ക് ഇവിടെ ഈ സ്വീസിന്റെ ഏറ്റവും വലിയ പ്ലാറ്റ്ഫോമിന്റെ പ്രത്യേകത എന്താ അറിയോ? നമ്മുടെ ലാംഗ്വേജ് കോഴ്സിൽ പഠിപ്പിക്കുക എന്ന് മാത്രമല്ല, ഈ പഠിപ്പിച്ച ടൂളുകളെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ലേണിംഗ് സ്പീക്കിംഗ് എക്സ്പീരിയൻസ് ആക്കി മാറ്റാനാണ്. അതിന് വണ്ടർഫുൾ ചാറ്റ് ബോക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ചാറ്റ് ബോക്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ലാംഗ്വേജ് സംസാരിക്കാനുള്ള, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള, അത് എന്താ പറയാ, അത് നിങ്ങൾ പഠിച്ച കാര്യങ്ങളെ ഷെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വലിയ പ്ലാറ്റ്ഫോം ചാറ്റ് ബോക്സ് എന്ന് പറയും. ആ ചാറ്റ് ബോക്സിലൂടെയൊക്കെയാണ് സംസാരിക്കുക. ലെക്സ് എന്ന് പറഞ്ഞ ക്വാളിഫിക്കേഷനോ, ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ വേണ്ട. നോ ക്വാളിഫിക്കേഷൻ ഫോർ ഇംഗ്ലീഷ്. ഇതിലെ ലാംഗ്വേജ് പഠിക്കാനുള്ള ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല. മനസ്സിലായിരുന്നു? ഇതിലെ ഈ കോഴ്സ് എടുക്കുക, ആ കോഴ്സ് എടുക്കുന്ന കൂടെ നിങ്ങൾക്ക് കിട്ടുന്ന അതിലൊരു ടോപ്പിക് തന്നെയാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത് കേട്ടോ, ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. സോ സാധ്യ ഒരുപാട് പാറ്റേണുകളാണ്. ഇപ്പൊ ലെക്സ് എന്ന് പറയുന്ന ഒരു പാറ്റേൺ മാത്രമേ പറയുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരുപാട് മെത്തേഡുകൾ ഉണ്ട്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഹരിഷ. Thank you, sir. നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. കാരണം സാർ പറഞ്ഞില്ല നമ്മൾ ക്ലാസ് നടക്കട്ടെ. സോ നാഗ സാർ ഇസ് ദർ? Naga sir is there? Yeah, yes, sir, I'm available. Yes, I'm available. So let's start. Abhi also joined, sir. If we want, he will explain in Malayalam also. That will be better. No, you can go with English only. It's not a problem. Okay. So anyway, let's start with aviation. So give me a second.
Naga sir is there? ഹലോ, എന്നെ കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക്? സർ കേൾക്കുന്നുണ്ടല്ലോ. നാഗ സാർ ലൈനിലില്ല. നാഗ സാർ നെറ്റ് ഇഷ്യൂ ഉണ്ടോ? Yes. Let's start. Okay. Just wait. എന്നെ കേൾക്കുന്നുണ്ടോ? എന്നെ കേൾക്കുന്നുണ്ടോ? എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പറയോ. കേൾക്കുന്നുണ്ടെങ്കിൽ കേൾക്കുന്നുണ്ടെന്ന് പറയോ. കേൾക്കാം സർ. സർ പറയുന്നത് കേൾക്കുന്നുണ്ട്. സോറി, ഒരു അതിലിടയ്ക്ക് ഒരു സാഡ് ന്യൂസ് ഞാൻ പറയാം. ഇപ്പൊ അബി സാർ ക്ലാസ് എടുക്കും. നാഗ സാറാണ് ക്ലാസ് എടുക്കേണ്ടിയിരുന്നത്. നാഗ സാർ ഇപ്പോ ലൈനിൽ വന്നതിന് ശേഷം സാർ ഒരു കോൾ വന്നു. അദ്ദേഹത്തിന്റെ അങ്കിള് മരിച്ചിട്ട് അദ്ദേഹം നമ്മളെ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിച്ചിട്ടുണ്ട്. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളി ഓൺലൈനിൽ വന്ന സമയത്താണ് കോൾ വരുന്നത്. പുള്ളി ഇപ്പൊ എന്നെ വിളിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ട്. അബി സാർ ജോയിൻ ചെയ്യും. അബി സാർ ഇപ്പോ വിത്തിൻ 2 minutes ജോയിൻ ചെയ്യും. അതിന്റെ ഉള്ളിൽ അബി സാർ ഉണ്ടോ? അവിടെ ലൈനിലുണ്ടോ? Yeah, I'm already here, sir. I'm already. അബി സാർ? Yes. Am I audible? Yeah, I'm audible. Yeah. I'm here. Okay. No worries. Okay. Just you proceed the class. Okay, sir. So first of all, hi guys, I am Abhiraj. ഞാനിപ്പോ കറന്റ് വർക്കിംഗ് ആണ്. ഐ തിങ്ക് അന്നത്തെ മീറ്റിംഗിലുള്ളവർക്ക് എന്നെ അറിയാം. പുതിയവരാണെങ്കിൽ ഐ ക്യാൻ ഇൻട്രൊഡ്യൂസ് അഗൈൻ. എന്റെ പേര് അഭിരാജ്. ഞാനിവിടെ കോയമ്പത്തൂർ എയർപോർട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാനിപ്പോ കറന്റ് വർക്കിംഗ് ആണ്. ഞാനിപ്പോ ഷിഫ്റ്റിലാണ്. ബട്ട് ഇപ്പൊ എനിക്ക് ഫ്ലൈറ്റ് ഒന്നും ഇല്ല. ഫോർ 40 minutes ഐ വിൽ ബി അവൈലബിൾ. അതുകൊണ്ട് ഞാനാണ് ഒരു ലിവിങ് എക്സാമ്പിൾ ഫോർ നാഗ സാർ, ആസ് ഐ സാർ. സോ എപ്പോഴും ഞാൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ നല്ലത് ഐ തിങ്ക് ദേ ആർ ഹാവിംഗ് സോ മെനി ഡൗട്ട്സ് റിഗാർഡിംഗ് ദ ഏവിയേഷൻ ഇൻഡസ്ട്രീസ്. സോ യു ക്യാൻ ആൾസോ ആസ്ക് മീ. നോ വറീസ്. Hello. So many noises are coming, I think. Hello. Yes. You're audible, sir. You're audible, Abhiraj sir. You can proceed, please. ഒന്ന് ബാക്കിയുള്ളവർ മൈക്ക് മ്യൂട്ട് ചെയ്യോ? ആദ്യം മൈക്ക് ഓൺ ആക്കി. Actually, I will clear one by one. One by one, I will clear. No worry. I will be here. Abhiraj sir, your mic is mute. Now, okay. Now it's hello. Okay. So then now ഞാനൊരു ബേസിക്കിൽ നിന്ന് ഐ വിൽ സ്റ്റാർട്ട്. ഞാൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. ഇൻ ബിറ്റ്വീനിലോ അല്ലെങ്കിൽ അറ്റ്ലാസോ നിങ്ങൾക്ക് റിഗാർഡിങ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ നമുക്ക് ക്ലിയർ ചെയ്യാം. ഐ തിങ്ക് അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. സോ ബിക്കോസ് ഒരുപാട് പേരുണ്ട് ഇതിൽ. ലെറ്റ്സ് സ്റ്റാർട്ട് ലൈക്ക് ദാറ്റ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ അഭിരാജ്. എന്റെ ഡെസിഗ്നേഷൻ വന്ന് റാംപ് ഏജന്റ് ആണ്. ഞാനിവിടെ റാം സൂപ്പർവൈസിംഗ് ആണ് ചെയ്യുന്നത്. നമ്മുടെ എയർപോർട്ട് ഇൻഡസ്ട്രിയിൽ മെയിനായിട്ട് മൂന്ന് സെക്ടറാണ്, 3 ജോബാണ്, ലൈക്ക് 3 ഫീൽഡാണുള്ളത്. ഒന്നെന്ന് പറഞ്ഞാല് കസ്റ്റമർ സർവീസ്,
രണ്ട് നമ്മളതിനെ പാക്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയും. പാക്സ് പാസഞ്ചർ സർവീസ് അങ്ങനെ പറയാം. രണ്ടെന്ന് പറയുന്നത് സെക്യൂരിറ്റി സൈഡാണ്. മൂന്നെന്ന് പറയുമ്പോൾ എന്റെ ഡിപ്പാർട്ട്മെന്റ് റാമ്പ്. ഞാൻ ഇതിൽ ചൂസ് ചെയ്തത് റാമ്പാണ്. ഇതില് മൂന്നിനെ കുറിച്ചും ഒരു ചെറിയ ഔട്ട്ലൈൻ ഞാൻ തരാം. ഫസ്റ്റ് വരുന്നത് പാസഞ്ചർ സർവീസ് ആണ്. അവര് ടെർമിനലിനകത്താണ് അവർക്ക് ഒരു 80% ജോലി. ടെർമിനലിനകത്ത് എന്ന് പറയുമ്പോൾ നിങ്ങളെ മേ ബി റിലേറ്റീവ്സിനായാലും അല്ലെങ്കിൽ എയർപോർട്ടിനകത്ത് കയറിയവർക്ക് മനസ്സിലാവും, ഒരു ബിൽഡിംഗ് ഉണ്ടാവും. ആ ബിൽഡിങ്ങിനകമാണ് നമ്മൾ ടെർമിനൽ സൈഡ് എന്ന് പറയുന്നത്. ആ ടെർമിനലിനകത്തെ ജോലിയാണ് പാസഞ്ചർ സർവീസ് ചെയ്യുന്നത്. വെയിറ്റ് എ സെക്കൻഡ്. ഓക്കെ, അവരുടെ ജോലികൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് പാസഞ്ചർ വരുമ്പോൾ നിങ്ങൾക്ക് പലതരത്തിലുള്ള പാസഞ്ചേഴ്സ് വരും. ലൈക്ക് ഫോറിനർ വരും, ലോക്കൽ ആയിട്ടുള്ളവർ വരും, അതർ സ്റ്റേറ്റ്സിൽ നിന്ന് വരുന്നവരുണ്ടാവും. സോ അവരെ നിങ്ങൾ ആ ഒരു രീതിയിൽ ഒരു പ്രീമിയം ലെവലിൽ നിങ്ങൾ ട്രീറ്റ് ചെയ്യുക. അവരെ ചെക്ക് ഇൻ ചെയ്ത് ഓൺ ടൈമിൽ നിങ്ങൾ ഫ്ലൈറ്റിനകത്തേക്ക് കടത്തി വിടുക എന്നുള്ളതാണ്. അവരുടെ ബാഗേജും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടി വരും. ലൈക്ക് അതിനെ ടാഗ് യൂസ് ചെയ്യണം. പലതരത്തിലുള്ള ടാഗ് ഉണ്ട്. ആ ടാഗ് എല്ലാം യൂസ് ചെയ്ത് ടെർമിനലിനകത്തെ ജോലികളാണ് ഈ പാസഞ്ചർ സർവീസ് ചെയ്യേണ്ടത്. പ്ലസ് ഡോക്യുമെന്റേഷൻ ഉണ്ടാവും. അടുത്തത് പറയുന്നത് സെക്യൂരിറ്റി സൈഡാണ്. സെക്യൂരിറ്റി സൈഡ് എന്ന് പറയുമ്പോൾ ഒരു ഫ്ലൈറ്റിനും അതിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്കും പാസഞ്ചേഴ്സിനും മറ്റ് ത്രെട്ടണിങ് ഐറ്റംസ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മോണിറ്റർ എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ്. അത് സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ ലൈക്ക് നമ്മുടെ നാട്ടിൽ കാണുന്ന സെക്യൂരിറ്റി അല്ല. നമ്മൾ ഈ CRPF അല്ലെങ്കിൽ പോലീസ് എന്നൊക്കെ പറയുന്നത് പോലെ ഫ്ലൈറ്റിനെ മോണിറ്റർ ചെയ്ത് അതിന് ത്രെട്ടണിങ്ങോ അല്ലെങ്കിൽ അതിന് ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സ്പെഷ്യൽ ഡിപ്പാർട്ട്മെന്റ് ആണ് സെക്യൂരിറ്റി. ഇനി റാമ്പ് എന്ന് പറയുന്നത് എന്റെ ഫീൽഡ്. അതിലാണ് എനിക്ക് കൂടുതൽ പറയാനുണ്ടാവുക. കാരണം ഞാൻ അതിനകത്താണ് എന്റെ എക്സ്പീരിയൻസും അതിനകത്താണ് എനിക്ക് കൂടുതൽ നോളജ് സ്വാഭാവികമായി. ഓക്കെ, റാമ്പ് എന്ന് പറയുമ്പോൾ ഒരു ഫ്ലൈറ്റ് വരുമ്പോൾ അതിനെ കുറച്ച് തിയററ്റിക്കലായിട്ട് മനസ്സിലാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് റാമ്പ്. അതായത് ഫ്ലൈറ്റ് ആണ്, അത് പറക്കുന്ന ഒരു മെഷീനാണ്. സോ പറക്കുമ്പോൾ അതിനകത്ത് വെയിറ്റും മറ്റു കാര്യങ്ങളൊക്കെ ബാലൻസ് ചെയ്യണം. അതിനനുസരിച്ച് ലോഡും കാര്യങ്ങളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അതിന് ലോഡ് ആൻഡ് ട്രിം എന്ന് പറയും നമ്മളിതിനെ. ലോഡ് ആൻഡ് ട്രിം നോക്കണം. അതിന് വേണ്ട സർവീസസുകൾ ഒരുക്കുക. ഒരു ഫ്ലൈറ്റ് വന്നു കഴിഞ്ഞാൽ അത് പോകേണ്ട സമയത്ത് തിരിച്ചയക്കുക. അതിന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തറയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ലോഡേഴ്സും യൂട്ടിലിറ്റി വർക്കേഴ്സും പിന്നെ പറയാനാണെങ്കിൽ ഒരുപാട് ഡ്രൈവേഴ്സും കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാം അവൈലബിൾ ആയിട്ടുണ്ടാവും. അതിനെ നിങ്ങൾ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു റാം സൂപ്പർവൈസറിന്റെ ജോലി. അവിടെ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസിലും നിങ്ങളുടെ സൂപ്പർവൈസർ ഉണ്ടായിരിക്കണം. അത് മാൻഡറ്ററി ആണ്. ഇത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തീർന്നു, പക്ഷെ നമ്മുടെ ജോലി പെട്ടെന്ന് തീരുന്നല്ല. ഒരു 30 മിനിറ്റ് ആണ് ഞങ്ങളുടെ ജോലി. 30-35 മിനിറ്റ് ആണ് ഒരു ഫ്ലൈറ്റ് വന്നാൽ തിരിച്ചു പോകേണ്ട സമയം. ആ സമയത്ത് ചെയ്യേണ്ട ഒരു ഫ്ലൈറ്റിന് വേണ്ട സർവീസസ് എല്ലാം ഓൺ ടൈമിന് മറ്റുള്ള വർക്കേഴ്സിനെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞ റാമ്പിന്റെ ജോലി. ഇനി നിങ്ങൾക്ക് വരുന്ന മറ്റൊരു കോമൺ ഡൗട്ട് എന്ന് വെച്ചാൽ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും. ഞാനൊരു 2 വർഷം മുമ്പ് ഞാൻ നിങ്ങളുടെ കൂട്ടരും ഫ്രഷർ ആയിരുന്നു. എനിക്ക് മറ്റ് ഏവിയേഷൻ ഇൻഡസ്ട്രിയിലോ ഒന്നും എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അതിനെന്നെ ട്രെയിൻ ചെയ്തെടുത്തത് നാഗസാറാണ്. ഇപ്പൊ സാറില്ല. ഞാൻ അതിനെന്നും സാറിനോട് ഒരു താങ്ക്ഫുൾ ഉണ്ടാകും. കാരണം സാർ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈവൻ ഷിഫ്റ്റിലാണെങ്കിലും ആ ഒരു വിശ്വാസം എനിക്കുണ്ട്. സാറ് വിളിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വരുന്നത്. ലൈക്ക് സാറാണ് എന്നെ ഇന്നാക്കിയത്. അതുകൊണ്ട് അപ്പോൾ ഫസ്റ്റ് വരുമ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരിക്കലും ഒരു കമ്പനി ലൈക്ക് പ്രൊഫഷണൽ സൈഡിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒന്നും ചോദിക്കില്ല. ഒരിക്കലും ചോദിക്കില്ല. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിക്കും. പ്ലസ് അവർ ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, ഏതൊക്കെ സൈഡിൽ നിന്നായിരിക്കും, അതിന് നിങ്ങൾ എങ്ങനെ ആൻസർ കൊടുക്കണം, നിങ്ങളുടെ ആൻസറിൽ നിന്ന് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ വരിക. പ്ലസ് നിങ്ങളുടെ CV എങ്ങനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നു, ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഐഡിയ ഇവൻ എന്നേക്കാൾ നന്നായിട്ട് നാഗസാറിന് അറിയാം. ഹി വിൽ ട്രെയിൻ യു. ഓക്കെ, അതില് സീറോ ഡൗട്ട് ആണ്. ഓക്കെ, പ്ലസ് അത് കഴിഞ്ഞ് മറ്റൊരു കാര്യം പറഞ്ഞുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ, ഇവിടെ വേറൊരു സാറ് സംസാരിച്ചു. കമ്മ്യൂണിക്കേഷൻ അതൊരു ഫാക്ട് തന്നെയാണ്. കമ്മ്യൂണിക്കേഷൻ അല്ലെന്നല്ല. ബട്ട് ഈവൻ നിങ്ങൾ വൺസ് എൻ്റർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇമാജിൻ, നിങ്ങളിപ്പോൾ കേരളത്തിൽ ജനിച്ചതുകൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ മലയാളം, ഈവൻ ഞാൻ പറയുന്നത് നമുക്ക് മലയാളം നല്ല രീതിയിൽ അറിയാം.
അതുപോലെ തന്നെ നമ്മൾ ജസ്റ്റ് ഫസ്റ്റ് ഒന്ന് എൻ്റർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിറ്റുവേഷനും നമ്മുടെ എൻവയോൺമെന്റും മാറുകയാണ്. നമ്മുടെ എൻവയോൺമെന്റിൽ നമ്മൾ ഒഫീഷ്യലുമായിട്ട് സംസാരിക്കുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിലായിരിക്കും, അവർ സംസാരിക്കുന്നത് ഇംഗ്ലീഷിലായിരിക്കും. ഗ്രാജുവലി ഇനി ABCD ഈവൻ എഴുതാൻ അറിയാത്ത ഒരാൾക്ക് പോലും ആ ഒരു സിറ്റുവേഷൻ അകത്ത് വരുമ്പോൾ പഠിക്കും, ഇംഗ്ലീഷ് സംസാരിക്കും എന്ന് വെച്ചിട്ട് ഭയങ്കര ഇതായിട്ടല്ല, ലൈക്ക് അതിനൊരു ലെവല് മതി. അത് എല്ലാവർക്കും ഉണ്ടാവും. മനുഷ്യന്മാരാണോ സർവൈവ് ചെയ്ത് എല്ലാവരും വന്നിരിക്കും. അതിലൊരു ഡൗട്ടും വേണ്ട. പിന്നെ ഇവിടെ നമ്മൾ വർക്ക് ചെയ്യുന്ന ലോക്കൽ സ്റ്റേഷൻ അനുസരിച്ചിരിക്കും, ഡിപ്പെൻസ് ആണ് കമ്മ്യൂണിക്കേഷൻ. ഞാൻ ഇവിടെ കോയമ്പത്തൂർ ആയതുകൊണ്ട് ഞാൻ തമിഴ് സംസാരിക്കും, മലയാളം സംസാരിക്കും, ഇംഗ്ലീഷ് സംസാരിക്കും. പിന്നെ പാസഞ്ചർ വരുമ്പോൾ ഞാൻ ഇംഗ്ലീഷിലായിരിക്കും കുറച്ചും കൂടെ ഇന്ററാക്ട് ചെയ്യുന്നത്. പ്ലസ് അവർ എൻ്റെ അടുത്ത് സംസാരിക്കുന്ന ഭാഷ എന്താണോ അതായിരിക്കും ഞാൻ കൺസിഡർ ചെയ്യുന്നത്. പിന്നെ ഒരുപാടൊന്നും എസ്സേ കണക്കൊന്നും ഇംഗ്ലീഷ് ഒന്നും സംസാരിക്കേണ്ട ഒരു ഫീൽഡ് ആയിട്ട് ഇത് വരുന്നില്ല. നമ്മുടെ അടുത്ത് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, വാട്ട് ഈസ് ദ ടൈം, അറൈവൽ ടൈം, സർ ഇറ്റ്സ് 9:30, അത്രേ ഉള്ളൂ. അല്ലാതെ ഒരു വലിയ ഇംഗ്ലീഷ് ഒന്നും വേണ്ട. പിന്നെ നിങ്ങൾ ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വരുന്ന സിറ്റുവേഷൻ നിങ്ങളെ പഠിപ്പിച്ചെടുത്തോളും. ഇതൊക്കെയാണ് നമുക്ക് വേണ്ട കമ്മ്യൂണിക്കേഷൻസ്, ഈ കൈൻഡ് ഓഫ് വേർഡ്സ് ആണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അങ്ങനെയാണ് ഞാൻ ഇന്നായതിനു ശേഷമാണ് ഞാൻ എൻ്റെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ആയത്. അതിനു മുമ്പ് എനിക്ക് ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ മാത്രമാണ്, ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാനുള്ള ഇംഗ്ലീഷാണ് ഞാൻ ആദ്യം പഠിച്ചത്. അത് എനിക്ക് നാഗസാറാണ് പറഞ്ഞത്. പിന്നുള്ള ഡൗട്ട് എന്ന് വെച്ചാൽ മേ ബി ക്വാളിഫിക്കേഷൻ ആയിരിക്കാം. ക്വാളിഫിക്കേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് നിങ്ങളുടെ ഡിപ്പെൻസ് ആണ്. നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ ദർ ഇസ് നോ ഡൗട്ട്. ഇപ്പോൾ ഗ്രാജുവേഷൻ കറന്റ്ലി നിങ്ങൾ ഗ്രാജുവേഷൻ ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഇനി ചെയ്യണോ വേണ്ടായോ എന്നുള്ള ഡൗട്ട് ഉള്ളവരായിരിക്കാം, മേ ബി എന്തെങ്കിലും ഡിപ്ലോമ കഴിഞ്ഞവരുണ്ടായിരിക്കാം. ഇതെല്ലാം ഓരോ കമ്പനിയും ബേസിസ് ആണ്. ലൈക്ക് GH ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഏജൻസീസിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ഒരു വലിയ ഫാക്റ്റ് ആയിട്ട് വരുന്നില്ല. നിങ്ങൾ കറന്റ്ലി എവിടെയെങ്കിലും ഗ്രാജുവേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മതിയാകും നിങ്ങളെ ഇന്നാക്കി എടുക്കാൻ. അതെങ്ങനെ പ്ലേസ് ചെയ്യണമെന്ന് നമുക്കറിയാം, ലൈക്ക് നാഗസാറിന് നന്നായിട്ട് അറിയാം. പിന്നെ നിങ്ങൾ വൺസ് എൻ്റർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയി കഴിയുമ്പോൾ പിന്നെ ആരും അങ്ങനെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ചോദിക്കില്ല. പിന്നെ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ഡെസിഗ്നേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഗ്രേഡ് ചെയ്തോളൂ. അത് എല്ലാവരും ചെയ്യുന്നത് പോലെ ചെയ്തോളൂ. BA എടുക്കണമെങ്കിൽ BA, ഇനി കുറച്ചും കൂടെ ഹയർ പൊസിഷനിലേക്ക് പോകണമെങ്കിൽ MBA എടുക്കണമെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ഡിസ്റ്റന്റ് ആയിട്ട് ചെയ്തോളും. അതൊന്നും വലിയ ഫാക്റ്റ് അല്ല. പക്ഷെ ആദ്യം ഞാൻ ഇതൊക്കെ വലിയ ഫാക്റ്റ് ആണെന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ്. പക്ഷെ അത് അങ്ങനെ അല്ലെന്ന് എനിക്ക് അകത്ത് കയറിയപ്പോൾ മനസ്സിലായി. അതൊന്നും വലിയ ഫാക്റ്റ് അല്ല. അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തു പറഞ്ഞത്. പിന്നെ സാലറിയുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ അത് ഡിപ്പെൻസ് ആണ് നിങ്ങളുടെ കമ്പനിയിൽ. ഒരു ഫ്രഷർ എന്നുള്ള നിലയിൽ എങ്ങനെ പോയാലും നിങ്ങൾക്ക് ഒരു 20 എബോ ഒക്കെ കിട്ടും, ഏത് ചെറിയ സ്റ്റേഷനിൽ പോയാലും. ഇനി അതല്ല നിങ്ങൾ മെട്രോ സ്റ്റേഷൻ അല്ലെങ്കിൽ ബാംഗ്ലൂര് അങ്ങനെയുള്ളിടത്തൊക്കെ പോയാൽ അതിന്റെ മുകളിലേക്ക് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അത് നിങ്ങളുടെ ഇന്റർവ്യൂവിലെ പെർഫോമൻസും നിങ്ങൾ കയറാൻ പോകുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ ഇതും ഡെസിഗ്നേഷനും എല്ലാം ബേസ് ചെയ്തിരിക്കും. പിന്നെ പറയാനാണെങ്കിൽ ഓക്കെ, ഇതാണ് ഔട്ട്ലൈൻ ആയിട്ട് പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ, പുറമേ നിന്ന് കാണുമ്പോൾ ലൈക്ക് ഏവിയേഷൻ ഇൻഡസ്ട്രി വൺസ് യു ആർ എൻ്ററിങ് ഇൻ ആൻ എയർപോർട്ട്, ഇതൊരു വേറൊരു ലോകമാണ്, ഇതൊരു വേറൊരു ഫീൽഡാണ്, വേറൊരു ലോകമാണ്. ഇവിടെ നമ്മൾ ഫുള്ളി ഇപ്പോ കോയമ്പത്തൂർ ഒരു ചെറിയ സിറ്റിയാ, പക്ഷെ നിങ്ങൾ ഈ എയർപോർട്ടിനകത്തോട്ട് കയറുവാണെങ്കിൽ സിനാരിയോ മാറി. ഇതൊരു ഇന്റർനാഷണൽ എയർപോർട്ടാണ്. അവിടെ ബിഹേവ് ചെയ്യേണ്ട രീതികളും ബിഹേവ് ചെയ്യേണ്ട സംസാരിക്കേണ്ട ലാംഗ്വേജ് ആയാലും, ലൈക്ക് ലാംഗ്വേജ് മീൻസ് അതിന്റെ ഒരു നമ്മള് ലാംഗ്വേജ് തന്നെ പലതരത്തിൽ യൂസ് ചെയ്യല്ലോ. സോ അതിന്റെ മാനേഴ്സും കാര്യങ്ങളും എല്ലാം ഇന്റർനാഷണൽ ലെവലിലേക്ക് അപ്ഡേറ്റ് ആവും. അത് നിങ്ങൾ ഏത് ചെറിയ സ്റ്റേഷനിൽ വർക്ക് ചെയ്താലും, ഏത് വലിയ സ്റ്റേഷനിൽ വർക്ക് ചെയ്താലും, ഏത് ചെറിയ കമ്പനിയിൽ വർക്ക് ചെയ്താലും, ഏത് വലിയ കമ്പനിയിൽ വർക്ക് ചെയ്താലും സെയിം ആയിരിക്കും. നിങ്ങളുടെ ക്വാളിറ്റി കൂടിക്കൊണ്ടിരിക്കും. അതും മനസ്സിലാക്കി വെക്കുക. ഇവിടെ ഞാൻ ഈ പറഞ്ഞ 3 ഡിപ്പാർട്ട്മെന്റ്, റാമ്പ്, പാസഞ്ചർ സർവീസ്, സെക്യൂരിറ്റി, ഇത് 3ഉം വൈറ്റ് കോളർ ജോബാണ്. അല്ലാതെ ലോഡർ, ഓപ്പറേറ്റർ അങ്ങനെയുള്ള ഡെസിഗ്നേഷൻ ഒന്നും ഞാൻ എയർപോർട്ട് ഇൻഡസ്ട്രിയുമായിട്ട് കണക്ട് ചെയ്യുന്നില്ല. ബട്ട് ഈവൻ ദർ ആൾസോ അവർ പാർട്ട്. ബട്ട് നിങ്ങൾ പ്ലേസ്ഡ് ആവാൻ പോകുന്നത് ഞാൻ ഈ പറഞ്ഞ 3 ഡിപ്പാർട്ട്മെന്റിൽ ഏതെങ്കിലും ഒരു വൈറ്റ് കോളർ ആയിട്ടായിരിക്കും. സോ ബാക്കിയുള്ളിടത്തൊന്നും അങ്ങനെ സംഭവിക്കാറില്ല. അതുകൊണ്ടാണ് ഞാൻ അതെടുത്തും പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് യുവർ ടൈം. ഐ തിങ്ക് യു ക്യാൻ ആസ്ക് എനി കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. വെയിറ്റ് എ സെക്കൻഡ്.
Yes. Ask one by one, at least. Also, Yeah, hi. ഇതിന് ഏജ് ലിമിറ്റ് ഉണ്ടോ പഠിക്കണമെങ്കിൽ? ആക്ച്വലി ഏജ് ലിമിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോ ഈ സംസാരിക്കുന്നതൊക്കെ എത്ര വയസ്സുണ്ട്? ഭയങ്കര ആഗ്രഹമായിരുന്നു ഇത് പഠിക്കണമെന്ന് ചെറുതില്. അപ്പോ പഠിക്കാന് പറ്റിയില്ല. ഇപ്പോ 36 ആയി. പക്ഷെ ഇപ്പോഴും ആ ആഗ്രഹം വിട്ടിട്ടില്ല. ചെറുതിൽ അത്രയും ആഗ്രഹിച്ചായിരുന്നു. പക്ഷെ അയാളുടെ പഠിക്കാൻ അന്നേരം സമ്മതിച്ചിരുന്നില്ല. ഇപ്പോഴും എയർപോർട്ടിൽ പോകുമ്പോ ഭയങ്കര വിഷമാണ്. I think it's Pranav, right? ആരാ? പ്രണവ് എന്നാണോ പേര് ആഡ് ചെയ്തേക്കുന്നത്? അല്ല, ക്യാമറ ഒന്ന് സ്വിച്ച് ഓൺ ആക്കാവോ? ഞാൻ സ്കാഫല്ല, സോറി. 36 is actually ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ എൻ്റർ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഏജ് ഒരു ഫാക്റ്റ് ആണെന്ന് ചോദിച്ചാൽ ഏജ് ഒരു ഫാക്റ്റ് ആണ്. എന്നാൽ നമ്മൾ നമ്മുടെ പേഴ്സണാലിറ്റി എങ്ങനെ അവിടെ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ മുകളിൽ നിൽക്കുന്ന മറ്റൊരു ഫാക്ട്. നിങ്ങൾക്ക് 36 അല്ല, ഒരു 46 എബവ് ഉണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ വർക്ക് ചെയ്യുന്നവരുണ്ട്. ഓക്കെ, സോ ഏജ് ഒരു ഫാക്റ്റ് ആണെന്ന് ചോദിച്ചാൽ ഏജ് ഒരു ഫാക്റ്റ് അല്ല. പക്ഷെ അവിടെ നമ്മൾ കവറപ്പ് ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സണാലിറ്റി ആയിരിക്കും. നിങ്ങളുടെ പേഴ്സണാലിറ്റി, നിങ്ങളുടെ ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ, അങ്ങനെ പറയില്ലേ, അത് നിങ്ങൾ ഇന്റർവ്യൂവിൽ കാണിച്ചു കഴിഞ്ഞാൽ സെലക്ട് ആവും. അതിൽ നോ ഡൗട്ട്. ഏവിയേഷന്റെ എല്ലാരും യങ്സ്റ്റേഴ്സിനെ ആണല്ലോ അധികം പ്രിഫർ ചെയ്യാന്. പിന്നെ ലാംഗ്വേജ് അത്രയും. ഇവിടെ ഞാൻ മാരേജ് ആയി. പുറത്താണ്, ഓക്കെ, ദുബൈയിലാണ്. അപ്പൊ അവിടെയൊക്കെ എടുക്കണമെങ്കിൽ നല്ലോണം ആക്ച്വലി യു നോ വൺ ലാംഗ്വേജ് തിങ്, എനിക്കൊരു മാഡം ഉണ്ടായിരുന്നു, റോഷിനി മാഡം. മാഡത്തിന്റെ മൂത്ത മോൻ പഠിക്കുന്നത് ഐ തിങ്ക് +2 കഴിഞ്ഞു. പുള്ളിക്കാരത്തി ഇപ്പോഴും ദുബായിൽ എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഉണ്ടാക്കി പറഞ്ഞൊന്നല്ല. റോഷിനി മാം എനിക്കും അറിയാം, നാഗസാറിനും അറിയാം. ഷീ ഈസ് ആൾസോ കറന്റ് വർക്കിംഗ്. അല്ല, ഈ ഇംഗ്ലീഷ് പഠിക്കാനോ ആണെങ്കിലും ഞാൻ കുറെ സ്ഥാപനത്തിലേക്ക് ജോയിൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. നമ്മള് ഇംഗ്ലീഷ് പഠിക്കണം എന്നുള്ള രീതിയിലിരുന്ന ഇറ്റ്സ് എ ടഫ്. ഓക്കെ, നിങ്ങൾ അങ്ങനെയല്ല. ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ നമുക്ക് മലയാളം എങ്ങനെ അറിയാം? നമ്മളെ ചുറ്റുമുള്ളവർ മലയാളം സംസാരിക്കുന്നു, അതുകൊണ്ട് നമുക്ക് മലയാളം അറിയാം. അതുപോലെ തന്നെ ഒന്ന് തിരിച്ച് ചിന്തിച്ചു നോക്കിയേ, ഇംഗ്ലീഷ് നമ്മുടെ ചുറ്റുമുള്ളവർ സംസാരിക്കുമ്പോൾ ഗ്രാജുവലി നമ്മളും കുറച്ച് വേർഡ്സ് ഒക്കെ ഗ്രാബ് ചെയ്ത് അവരെടുത്ത് തിരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യും. വിത്തിൻ 1 or 2 weeks യു വിൽ ഇംപ്രൂവ് യുവർ സെൽഫ്. ഒരു കാര്യം കൂടി പറയട്ടെ. എല്ലാരും പറയുന്നത് ഇംഗ്ലീഷ് സംസാരിച്ചാൽ പഠിക്കുന്നതാണ്. ഞാൻ ഇവിടെ ഒരു 16 വർഷമായിട്ട് ദുബൈയിലുള്ള ആളാണ്. എനിക്ക് കുറെ ഫ്രണ്ട്സുകളും ഉണ്ട് ഈ മറ്റുള്ള രാജ്യക്കാരുമായിട്ട്. ഒക്കെ പേരോടും ഞാൻ സംസാരിക്കാറുണ്ട്. പക്ഷെ എനിക്ക് ഇത്രയും കാലമായിട്ട് എനിക്ക് ഫ്ലുവൻസി കിട്ടിയിട്ടില്ല. അത് പഠിക്കാൻ വേണ്ടി ഞാൻ പല കോഴ്സുകളും എടുത്തു നോക്കിയിട്ടുണ്ട്. ഈ കോഡിങ്, ഇംഗ്ലീഷ് ഓരോ ദിലീപ് ടെക്നിക്ക്, അങ്ങനത്തെ കുറെ ഒക്കെ ഉള്ള ഓരോന്നിനും ചേർന്ന് നോക്കി. പക്ഷെ ഒന്നും ഉപകാരം ഉണ്ടായിട്ടില്ല. ഒരു ലാംഗ്വേജ് നമുക്ക് കോഡിങ്ങിലൂടെ ഒക്കെ പഠിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, ഞാൻ ആ ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്ത ഒരാളല്ല, പക്ഷെ എനിക്ക് അതിനകത്തൊന്നും വിശ്വാസമില്ല. കാരണം ഒരു ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ടാവും. നമുക്ക് മലയാളത്തിൽ തന്നെ എന്തൊക്കെ വേണമെങ്കിലും സംസാരിക്കാം. സോ മെനി ഫാക്ടേഴ്സ് വി ക്യാൻ ആസ്ക് ആൻഡ് വി ക്യാൻ കമ്മ്യൂണിക്കേറ്റ്, റൈറ്റ്? അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷിലും. അത് തർജ്ജിമ ചെയ്താൽ ഇംഗ്ലീഷിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും. എല്ലാ വേർഡ്സും, ഈ ലോകത്തുള്ള എല്ലാ വേർഡ്സും, എല്ലാ ഗ്രാമാറ്റിക്കൽ തിങ്സും നമുക്ക് പഠിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്ക് പറ്റത്തില്ല. എനിക്ക് പറ്റത്തില്ല. പക്ഷേ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അത് മാത്രം മതി ഇതിനാവാൻ. ഇപ്പൊ ഇതില് നമ്മൾ ലാംഗ്വേജ് കാര്യം കൈകാര്യം ചെയ്തുകൊണ്ട് പറയണം. മാം പറഞ്ഞ ചോദ്യമാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു കോഴ്സിൽ നമ്മൾ ലാംഗ്വേജ് കൈകാര്യം ചെയ്തത് നമ്മുടെ സ്വീസിന്റെ നമ്മുടെ ടീമാണ്. അപ്പൊ ഇതിൽ പ്രത്യേകിച്ച് മാം പറഞ്ഞു ഒരുപാട് കോഡുകളിലൂടെ ഒക്കെ പഠിച്ചു എന്നുള്ളത്. നമ്മൾ ഒറ്റ കാര്യം മനസ്സിലാക്കേണ്ടത്, ഭാഷ എന്ന് പഠിക്കുന്ന സമയത്ത് ആ ഭാഷ ഒരു പുസ്തകത്തിനുള്ളിലല്ല പഠിക്കേണ്ടത്. നേരത്തെ അഭിരാജ് സാർ പറഞ്ഞൊരു കാര്യമാണ്, ലാംഗ്വേജ് ഒരു പുസ്തകത്തിനുള്ളിൽ മാത്രം പഠിച്ചു വെക്കേണ്ട കാര്യമില്ല. നമ്മുടെ എല്ലാ സ്പോക്കൺ ഇംഗ്ലീഷ് സെന്റേഴ്സിന്റെ ഒരു വിഷയം എന്താ വെച്ചാൽ കുറച്ച് കാര്യം മാത്രം പഠിപ്പിക്കും.
നമ്മൾ വിചാരിക്കും അത് തന്നെയാണ് ലോകം എന്ന് വിചാരിക്കും. അങ്ങനെയില്ല. നേരത്തെ പറഞ്ഞു എക്സ്പീരിയൻസ് ചെയ്യാനുള്ള വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നിങ്ങൾ ഗൾഫ് കൺട്രിയിലാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ കൂടുതൽ ആളുകൾ സംസാരിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയാണെങ്കിലും ഒബ്വിയസ്ലി നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ചോളും. നമുക്ക് സംസാരിക്കാൻ ഒരാൾ ഉണ്ടാവാറുള്ളതാണ്, അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവാറുള്ളതാണ്. നമ്മുടെ ഈ കോഴ്സിലൂടെ നമ്മളിവിടെ നൽകുന്ന കാര്യം എന്ന് വെച്ചാൽ ആ ഓപ്പർച്യൂണിറ്റീസ് ആണ്. നമ്മളിവിടെ കുറെ കാര്യം പഠിപ്പിക്കുന്നില്ല. ഈ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ടൂളുകൾ തരികയാണ്. നമ്മൾ ഈ കോഴ്സിലൂടെ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരുപാട് ടൂളുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് അറിയാൻ വേണ്ടിയിട്ട് അത് ഒരുപാട് വേർഡുകളായിട്ടും ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സെന്റൻസുകളായിട്ടും നിങ്ങളുടെ ഒഫീഷ്യലി ഈ കോഴ്സുമായി ബന്ധപ്പെട്ട് അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന എയർപോർട്ടിലായാലും മറ്റു യൂസ് ചെയ്യാൻ കുറെ സെന്റൻസുകളും പാറ്റേണുകളാണ്. അത് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഒരു സർക്കിൾ ഉണ്ടാവണം. ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന, ഇംഗ്ലീഷ് മാത്രം പറയുന്ന ഒരു സർക്കിൾ ഉണ്ടാക്കണം. അതിനെയാണ് നമ്മുടെ ചാറ്റ് ബോക്സ് എന്ന് പറയുന്നത്. ഈ ചാറ്റ് ബോക്സിൽ നിങ്ങളെ പോലെ സംസാരിക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകൾ മാത്രമുള്ള ചാറ്റ് ബോക്സ് ആണ്. ആ ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എപ്പോഴാണ് ഫ്രീ ടൈം 24 hours ഓപ്പൺ ആയിട്ടുള്ള ചാറ്റ് ബോക്സ് ആണ്. ആ ചാറ്റ് ബോക്സിൽ സംസാരിക്കാം, അതിനെ റീപ്ലൈ തരാൻ നിങ്ങൾക്ക് അവിടെ ആളുകളുണ്ടായിരിക്കും. മനസ്സിലായോ? അപ്പൊ ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. അപ്പൊ നിങ്ങൾക്ക് ഒഫ്കോഴ്സ് നേരത്തെ സാർ പറഞ്ഞപ്പോൾ തന്നെ ഇപ്പോ അറബി പഠിച്ചത് കൊണ്ടല്ല മലയാളികൾ ഗൾഫിൽ പോയിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആരെങ്കിലും ഗൾഫിൽ പോകുമ്പോൾ സ്പോക്കൺ അറബിക്ക് ചേർന്നിട്ടാണോ നമ്മളൊക്കെ ഗൾഫിൽ പോയിട്ടുള്ളത്? അല്ല. എന്നാൽ ഈ മലയാളികളെ എത്ര ആളുകൾ അറബി അടിപൊളി സംസാരിക്കുന്നുണ്ട്, മനോഹരമായി സംസാരിക്കുന്നില്ലേ? നമ്മുടെ നാട്ടിലെ നമ്മുടെ ജ്യേഷ്ഠന്മാരും അല്ലെങ്കിൽ ഫാദേഴ്സും ഒക്കെ എന്ത് ഉണ്ടാവും? ഒരുപക്ഷെ ഹിന്ദിയൊക്കെ നല്ല സംസാരിക്കുന്ന ആളുകളുണ്ട്. അവരെവിടെയെങ്കിലും സ്പോക്കൺ ഹിന്ദി പോയിട്ടാണോ? അല്ല. അവർക്ക് എക്സ്പീരിയൻസ് ആയി, അവർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ, അവരുടെ ചുറ്റുപാടുകളിൽ, അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകള് അതേ ഭാഷ സംസാരിക്കുമ്പോൾ നിവൃത്തികളോട് അത് സംസാരിക്കാന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഈ ചോദ്യം ചോദിച്ച ആള് ഒരു അമേരിക്കൻ കൺട്രീസിലോ അല്ലെങ്കിൽ ഫോറിൻ കൺട്രീസിലോ പോവുകയാണെങ്കിൽ ഓഫ് കോഴ്സ് അവർക്ക് മലയാളം സംസാരിക്കാൻ യാതൊരു ചാൻസും ഇല്ലാത്ത സാഹചര്യത്തിലാണ് പോകുന്നതെങ്കിൽ അവർ സംസാരിക്കുന്നത് ഇംഗ്ലീഷ് മാത്രമായിരിക്കും. അപ്പൊ അവര് ഓഫ് കോഴ്സ് ഫോഴ്സ്ഫുള്ളി എന്ത് ചെയ്യും? ഇംഗ്ലീഷ് സംസാരിക്കേണ്ടി വരും. ഒരു പക്ഷേ 2 ആഴ്ച കൊണ്ടും 3 ആഴ്ച കൊണ്ടും ഇവിടെ നാട്ടിലെ ഇംഗ്ലീഷ് അധ്യാപകർ സംസാരിക്കുകയാണെങ്കിൽ എക്സ്പേർട്ട് ആയിട്ട് ഒരു കോഴ്സിലാണ് നിങ്ങൾ പഠിച്ചിരിക്കുന്നതാണ്. അപ്പൊ ഇവിടെ നമ്മൾ നൽകുന്നത് ഒരു മൊഡ്യൂൾ മീൻസ് ഒരു കോഡിങ്ങോ അങ്ങനെ ഒരു സംഭവമില്ല. ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ ഈ കോഴ്സിന്റെ കൂടെ നമ്മൾ നൽകുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇവിടെ ലാംഗ്വേജിൽ മാറുന്നത്. ആ ലാംഗ്വേജിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ അഭ്യർത്ഥിച്ചാൽ ഓൾറെഡി മനസ്സിലാവും. ഇന്റർവ്യൂക്ക് വരുമ്പോൾ എത്രത്തോളം ലാംഗ്വേജ് അറിയാം അത്രത്തോളം ആളുകൾ അത്രത്തോളം പവർഫുൾ ഉണ്ടായിരിക്കും. ആ ലാംഗ്വേജ് നമ്മള് പഠിക്കുക എന്നുള്ളത്, നമ്മൾ പഠിക്കുക എന്നുള്ള സിസ്റ്റം മാറ്റാം. പഠിക്കുക, ലാംഗ്വേജ് പഠിക്കലല്ല, നമ്മളത് നേടിയെടുക്കുകയാണ് ലാംഗ്വേജ്. അതിലെല്ലാ സിസ്റ്റം നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരിക്കൽ കൂടി ഞാൻ പറയാം, ക്വസ്റ്റ്യൻ ഓർമ്മ കേട്ടോ. സോ ഡോണ്ട് വെറി അബൌട്ട് ദാറ്റ്. ഓക്കെ, താങ്ക് യു ആൻഡ് കണ്ടിന്യൂ സർ. താങ്ക് യു വെരി മച്ച്. സോറി ഫോർ ദാറ്റ്. Thank you. Adrich sir, you please. യാ ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു. അടുത്തൊരു മെസ്സേജ് ഞാൻ കണ്ടു. വുമൻസിന് അല്ലേ? ഓക്കെ, വുമൻസിനുള്ള ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഏതാണ്? വുമൻസിന് ഞാൻ ഈ പറഞ്ഞ 3 ഡിപ്പാർട്ട്മെന്റിലും ഗേൾസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഹലോ, am I audible? Yes, you are audible. ഓക്കെ, അടുത്തൊരു ചോദ്യം വന്നത് വുമൻസിന് ഏതാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്? ഇതിൽ ഞാൻ ഈ പാസഞ്ചർ സർവീസിലായാലും റാമ്പിലായാലും സെക്യൂരിറ്റിയിലായാലും ഗേൾസ് വർക്ക് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ സ്കിൽ അനുസരിച്ചാണ്. 3 ഡിപ്പാർട്ട്മെന്റും ആദ്യം എന്താണെന്ന് മനസ്സിലാക്കുക. അതിൽ നിങ്ങൾക്ക് ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യാൻ താല്പര്യം, കുറച്ചുകൂടെ പേഷ്യൻസ് ഒക്കെ കീപ്പ് ചെയ്ത് പൊളൈറ്റ് ആയിട്ട് ഒരു കംഫർട്ട് സോണിൽ നിന്ന് സംസാരിക്കാനാണെന്നുണ്ടെങ്കിൽ ബെറ്റർ യു ക്യാൻ ടേക്ക് പാസഞ്ചർ സർവീസ്. അതല്ല, കുറച്ച് ഒബ്സർവിങ് മെന്റാലിറ്റിയും കുറച്ച് ബുദ്ധിയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് കുറച്ച് സ്മാർട്ട് വർക്ക് ഒക്കെ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ചൂസ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ്. അതല്ല, നിങ്ങൾക്ക് കുറച്ച് അഗ്രസീവും കുറച്ച് കമാൻഡിങ് പവറും കോർഡിനേഷനും ഒക്കെയാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ യു ക്യാൻ ചൂസ് റാപ്പ്. അത് നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ ക്യാരക്ടറിന് പറ്റിയ ഡിപ്പാർട്ട്മെന്റ് എന്ന് നിങ്ങൾ സ്വയം ചൂസ് ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. ഇതിൽ 3ലും ഗ്രോത്ത് ഉണ്ട്, ഇതിൽ 3ലും ഗ്രോത്തും സാലറി എല്ലാം ഉണ്ട്. സോ അതില് ജെൻഡർ ഡീവിയേഷൻ ഒന്നുമില്ല, നിങ്ങളുടെ ചൂസ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാരക്ടറിനനുസരിച്ചുള്ള ജോബ് ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അങ്ങനെയാണ്.
So any other doubts? ഹലോ, Yeah. പറഞ്ഞോ. ഞാനൊരു കാര്യം ചെയ്യില്ല സാറേ. ഞാൻ ഇപ്പൊ എന്റെ പേര് ഞാൻ റീന എന്ന് പറയാൻ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഞാനിത് അതിൽ ജോയിൻ ചെയ്യുന്ന പറഞ്ഞാൽ എന്റെ മോൾക്ക് വേണ്ടിയായിരുന്നു. എന്റെ മോള് ഏവിയേഷൻ പഠിച്ചിട്ട് എയർപോർട്ടിൽ 2.5 വർഷം വർക്ക് ചെയ്തായിരുന്നു. എന്തായിട്ടാ വർക്ക് ചെയ്തത്? സ്റ്റാഫായിട്ട്. കേട്ടില്ല. ഗ്രൗണ്ട് സ്റ്റാഫായിട്ട്. ഗ്രൗണ്ട് സ്റ്റാഫായിട്ട് 2.5 വർഷം ഇതുണ്ട് വർക്ക് ചെയ്തിട്ട്. അവളെ ഈ കൊറോണ സമയത്ത് സാലറി കമ്മിയായിരുന്നു. അപ്പൊ അങ്ങനെ ഏത് ആയപ്പോ കമ്പനിയിലാ വർക്ക് ചെയ്തത്? ഇന്ത്യക്കാണ് തോന്നുന്നു. എന്തുവാ ഞാൻ അവൾ ചോദിച്ചിട്ട് ഞാൻ മെസ്സേജ് ആയിട്ട് സാറിന് വേണമെങ്കിൽ അയക്കാം. ഓക്കെ ഫൈൻ പറഞ്ഞോളൂ. അവൾ അതിലെ ജോലി 2 ഇതിലെ എയർലൈനിലാണ്. ഒന്ന് നേപ്പാൾ എയർലൈനാ, അങ്ങനെ എന്തോ അതില് ബാംഗ്ലൂർ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് അവൾ വർക്ക് ചെയ്തത്. ഓക്കെ. അതാണ് വർക്ക് സ്റ്റാഫായിട്ട് 2.5 വർഷം എക്സ്പീരിയൻസ് ഉണ്ട്. തിരിച്ച് അവൾ അത് അങ്ങനെ സാലറി ഇതായപ്പോ അവളെ റിട്ടേൺ വന്ന് അവൾ കല്യാണം കഴിഞ്ഞു. അവൾ അതിലേക്ക് ഇനി വർക്ക് ചെയ്യാൻ പറ്റുമോ, ജോലിക്ക് കയറാൻ പറ്റുമോ, എന്തെങ്കിലും. ആൾസോ ഹാവിംഗ് ഫസ്റ്റ് ഓഫ് ഓൾ നേപ്പാൾ എയർലൈൻ എന്നൊക്കെ പറഞ്ഞില്ലേ. സോ അതെന്തായാലും ഒരു ഇൻഡിഗോ അല്ല. ബാംഗ്ലൂർ, ഞാൻ ആൾമോസ്റ്റ് ഒരു 1 ഇയർ ബാംഗ്ലൂർ വർക്ക് ചെയ്ത ഒരാളാണ്. ഓക്കെ, ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. സോ ബാംഗ്ലൂർ ഒരുപാട് ഏജൻസീസ് ഉണ്ട്, ഒരുപാട് ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഏജൻസീസ് ഉണ്ട്. മേ ബി അതിലേതെങ്കിലും ഒരു സ്റ്റാഫ് ആയിരിക്കാം. ഗ്രൗണ്ട് സ്റ്റാഫ് എന്ന് പറയുമ്പോൾ ഞാൻ എടുത്തു പറഞ്ഞു 3 ഡിപ്പാർട്ട്മെന്റ് ആണ് മെയിൻ ആയിട്ട് എയർപോർട്ടിൽ ഞാൻ കൺസിഡർ ചെയ്ത് പറഞ്ഞത്. ഒന്ന് പാസഞ്ചർ സർവീസ്, ഒന്ന് സെക്യൂരിറ്റി, ഒന്ന് റാമ്പ്. ഓക്കെ, പക്ഷേ ഗ്രൗണ്ട് സർവീസ് എന്ന് പറയുമ്പോൾ പാസഞ്ചർ സർവീസ് മാത്രമല്ല വരുന്നത്. ഗ്രൗണ്ട് സർവീസ് എന്ന് പറയുമ്പോൾ മീറ്റ് ആൻഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന വേറൊരു സംഭവം വരുന്നുണ്ട്. ബാഗേജ് എടുത്തിട്ട് അവരുടെ ജോലി എന്ന് വെച്ചാൽ ബാഗേജ് എടുത്ത് നമ്മൾ പാസഞ്ചറിനെ ബാഗ് ഉരുട്ടിക്കൊണ്ട് ടെർമിനലിനകത്ത് കയറ്റി അവർക്ക് അവിടെ കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ജോലി. പിന്നെ മീറ്റ് ആൻഡ് അസിസ്റ്റൻസ് ഉണ്ട്. മീറ്റ് ആൻഡ് അസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു പാസഞ്ചർ വരുമ്പോൾ, ഒരു ഹൈ പ്രൊഫൈൽ പാസഞ്ചർ വരുമ്പോൾ അവരെ ഗ്രീറ്റ് ചെയ്ത് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് അവർക്ക് വേണ്ട സ്ഥലത്തേക്ക് കൊണ്ടുപോകാന്നുള്ളതാണ് മീറ്റ് ആൻഡ് അസിസ്റ്റൻസിന്റെ പരിപാടി. അങ്ങനെ ഒരു ഗ്രൗണ്ട് സർവീസ് എന്ന് പറയുമ്പോൾ ഇൻക്ലൂഡിങ് ലോഡേഴ്സിനെ വരെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അവരെല്ലാം ഗ്രൗണ്ട് സർവീസ് ചെയ്യുന്ന ആളുകളാണ്. അവിടെ വർക്ക് ചെയ്യുമ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് അതെനിക്ക് മനസ്സിലായി. ഗ്രൗണ്ട് സർവീസ് എന്ന് പറയുമ്പോൾ അതാണ് ഒരു എയർപോർട്ടില് തറ തുടയ്ക്കുന്നത് മുതൽ അങ്ങ് അറ്റത്തെ APM വരെയുള്ള ആളുകളെ നമ്മൾ പറയുന്നത് അവരെല്ലാം ഗ്രൗണ്ട് സർവീസിന്റെ അണ്ടറിൽ വരുന്നതാണ്. കാരണം ഗ്രൗണ്ട് സർവീസ് എന്ന് വെച്ചാൽ ഫ്ലൈറ്റിനകത്തല്ല, നമ്മുടെ എയർപോർട്ടിനകത്ത്. അതാണ് ഗ്രൗണ്ട് സർവീസ്. അതിൽ പല ഡിപ്പാർട്ട്മെന്റുകൾ വരും, പല ഡിപ്പാർട്ട്മെന്റുകൾ വരും. സോ പക്ഷേ ഞാൻ പ്രിഫർ ചെയ്ത് പറഞ്ഞത് മെയിൻ ആയിട്ട് നല്ല ഡെസിഗ്നേറ്റഡ് ലെവലിലുള്ള 3 ജോലി എന്ന് പറഞ്ഞാൽ ഒന്ന് പാസഞ്ചർ സർവീസ്, സെക്യൂരിറ്റി, റാമ്പ്. ഇതിൽ 3ലും വർക്ക് ചെയ്താൽ, ഇതിൽ 3ലും ഇന്നായി കഴിഞ്ഞാലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇപ്പൊ ആൾറെഡി അല്ല എക്സ്പീരിയൻസ് 2.5 വർഷമുണ്ട്. ഈവൻ ആ കുട്ടിക്ക് CV സ്വാഭാവികമായിട്ടും മെൻഷൻ ചെയ്യാം 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, കസ്റ്റമർ സർവീസിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇന്നാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. മീൻസ് അത് സാറിനെ സംബന്ധിച്ചായാലും ഇന്ന വളരെ എളുപ്പമായിരിക്കും. കാരണം കസ്റ്റമറുമായിട്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, കസ്റ്റമറുമായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് ഒരു 2 വർഷം അറിയാം, പുള്ളിക്കാരത്തിക്ക് അറിയാം. സോ അത് വളരെ നല്ലൊരു കാര്യമാണ്. അതൊരിക്കലും മറച്ചു വെക്കേണ്ട കാര്യമല്ല. ലൈക്ക് അതൊരു മെറിറ്റ് ആണ്, നല്ലതാണ്. അത് വേഗം കയറാൻ പറ്റും. ഇവൻ ഇവിടെ തന്നെ കയറാൻ തോന്നുന്നു. ഇവിടെ തന്നെ ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ടായിരുന്നു. എവിടെയാ സാറേ ഇത്? ഇവിടെ അല്ല, ഞാൻ കോയമ്പത്തൂര്. ഇവിടെ ഒരു ഇന്റർവ്യൂ ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ, കുറച്ചാളോ. അല്ല, ഇവളെ കെട്ടിച്ചു കൊടുത്തത് നമ്മളെ തൃശ്ശൂറാണ്. അപ്പൊ കൊച്ചി ആയിരിക്കും. അവളെ അടുത്ത മാസം ബാംഗ്ലൂർ വരണം, എന്തെങ്കിലും ഇത് കിട്ടുവാണെന്നുണ്ടെങ്കിൽ കയറണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇതിനുണ്ടോ അറിയാൻ വേണ്ടിട്ടാണ്. വേക്കൻസീസ് ഒക്കെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ സ്റ്റാറ്റസ് ഇട്ട് കണ്ടായിരുന്നു, ബാംഗ്ലൂരൊക്കെ വേക്കൻസീസ് വരുന്നുണ്ട്. ഞാനത് സ്റ്റാറ്റസിലായിരുന്നു സാർ. അതാണ് ഞാൻ ചോദിച്ചത്, ബാംഗ്ലൂർ അവളെ വരണം എന്ന് പറയും. ഇല്ല ഇന്നാവാം. 2 കസ്റ്റമർ സർവീസിന് എക്സ്പീരിയൻസ് കാണിച്ചിട്ട് ഇന്നാവാം. അത് CV എങ്ങനെ മെൻഷൻ ചെയ്യണമെന്ന് നാഗസാർ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരും. അത് നല്ല മെറിറ്റ് ആണ്, അതൊരു പ്ലസ് പോയിന്റ് ആണ്. ഓക്കെ, അതൊരു പ്ലസ് പോയിന്റ്, നല്ല കാര്യം. അടുത്ത ചോദ്യം എന്താ ചോദിക്കോ കേട്ടോ.
ഹലോ. ഹലോ പറഞ്ഞു. 15 രൂപ സാലറി കിട്ടിയായിരുന്നു. അപ്പൊ ഒരു 3-4 മാസം 15, 16, 17 രൂപ വരെ കിട്ടിയായിരുന്നു. കാരണം അവളുടെ ടാലന്റ് കണ്ടിട്ട്. കാരണം കളർ 15-16 അപ്പോ സ്വാഭാവികമായിട്ടും ഗ്രൗണ്ട് സർവീസ് ഞാൻ ഈ പറഞ്ഞ കൂട്ട് എന്തെങ്കിലും ജോലി ആവാനാ. കാരണം അവള് ചെയ്തെന്ന് പറഞ്ഞ എന്നോട് പറയുന്ന അപ്പൊ ആ സമയം സംസാരിക്കുമ്പോ പറഞ്ഞത് പാസ്പോർട്ട് ചെക്ക് ഇൻ ചെയ്യാം അമ്മേ, പാസഞ്ചറെ ചെക്ക് ഇൻ ചെയ്യും, പാസഞ്ചറെ എവിടെ ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ ലിസ്റ്റ് തരും, അവരെ കണ്ടുപിടിക്കണം, അവരെ എവിടെയാണെന്ന് അതൊക്കെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. മാഡം നമുക്ക് ആ. നമുക്ക് അതിന് വേറൊരു സെഷൻ നമുക്ക് വെക്കാം. ഇത് നമ്മൾ സ്റ്റുഡൻസ് പഠിക്കുന്ന കുട്ടികൾക്കുള്ള ഡൗട്ട് ചോദിക്കാനുള്ള ഒരു സെഷൻ ആയതുകൊണ്ട് ഓക്കെ താങ്ക് യു സാറേ. ഓക്കെ, എനിവേ അല്ലല്ല അത് നല്ലതാ കേട്ടോ, മെറിറ്റ് ആണ് ഓവർ. ആ ക്വസ്റ്റ്യൻ ഡൗട്ട് വേണ്ട, അത് മെറിറ്റ് നല്ല കാര്യം തന്നെ. ഓക്കെ, അടുത്ത ചോദിച്ചു. അതുകൊണ്ട് അവൾക്ക് എന്ത് വേക്കൻസി ഉണ്ടെന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ ചോദിച്ചെന്നുള്ളത് സാറേ. ഓക്കെ താങ്ക് യു സാറേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. കാരണം ഞാനൊരു ലിവിങ് മെഷീനായിട്ട് വേണമെങ്കിൽ കണ്ടോ. കാരണം ഞാൻ കറന്റ് എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്നു. എനിക്ക് ഇവിടുത്തെ സിറ്റുവേഷൻ അറിയാം. നിങ്ങൾക്ക് പഠിക്കുന്നതിനകത്തായാലോ ഇന്നാവുന്നതിനകത്തായാലോ നിങ്ങൾ ജോലി ചെയ്യേണ്ട ജോലികളുടെ എന്തെങ്കിലും ഡൗട്ട്. കാരണം ഞാൻ പറയാൻ തുടങ്ങിയാൽ എനിക്ക് ഒരു ടൈം ലിമിറ്റ് ഉണ്ട്, അത് എനിക്ക് കീപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് ബ്രീഫ് ചെയ്യണമെങ്കിൽ ഒരുപാടുണ്ട്. അപ്പൊ ബെറ്റർ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നതിന് ആൻസർ പറയുന്നതായിരിക്കും എനിക്കും കുറച്ച് കൺവീനിയന്റ്. ഓക്കെ, അതിന് അവള് എന്നാകാൻ വേണ്ടിയിട്ടുള്ളത് തന്നെ അവൾ എന്നോട് ചോദിച്ചതോ, അമ്മ ഇതിന് എങ്ങനെയാ അമ്മ ഇനിയിപ്പോ അവിടെ പോയാൽ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു മക്കൾ അവിടെ പോയിട്ട് കുഴപ്പമില്ല, ഞാൻ സാറോട് സംസാരിക്കാം. ശരി, ഓക്കെ താങ്ക് യു സാറേ. ശരി, ഓക്കെ, ഇനി മറ്റുള്ള സംസാരിക്കാം സാറേ. താങ്ക് യു. ആക്ച്വലി എത്ര ടൈം വർക്ക് ഉണ്ടാവും, അത് നമുക്ക് വരുന്നത് 8 മണിക്കൂർ ഷിഫ്റ്റ് അല്ലെങ്കിൽ 12 മണിക്കൂർ ഷിഫ്റ്റ് ആയിരിക്കും. 8 മണിക്കൂർ ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ വീക്കിലി ഒരു വീക്ക് ഓഫ് കാണും 8 മണിക്കൂർ. അത് മേ ബി രാവിലെ 8 മുതൽ ഒരു 8 മണിക്കൂർ ആയിരിക്കും. പിന്നെ അടുത്തൊരു 8 മണിക്കൂർ, 8, 8, 8, 3 8 ആകുമ്പോൾ 24 മണിക്കൂർ. നമ്മുടെ എയർപോർട്ട് 24/7 വർക്ക് ചെയ്യുക. അതുകൊണ്ട് ഏതെങ്കിലും ഒരു 8 മണിക്കൂർ ആയിരിക്കും നിങ്ങൾക്ക് വരുന്ന ഷിഫ്റ്റ്. ചില കമ്പനികളിൽ പോളിസി ചിലപ്പോൾ തിരിയും. അത് ചില സ്റ്റേഷനുകളിലാണ് 12 മണിക്കൂർ ഷിഫ്റ്റ് നിങ്ങൾക്ക്, പക്ഷെ വീക്കിലി 2 ഓഫ് കാണും. ഞാൻ എപ്പോഴും 12 മണിക്കൂർ ഷിഫ്റ്റ് പ്രിഫർ ചെയ്യുന്ന ഒരാളാണ്. കാരണം അതാണ് കുറച്ചുകൂടെ നല്ലത്. 12 മണിക്കൂർ ജോലി ചെയ്താൽ നിങ്ങൾക്ക് 2 ദിവസം വീക്കിലി ഓഫ് കിട്ടും. 8 മണിക്കൂർ ജോലി ചെയ്താൽ നിങ്ങൾക്ക് വീക്കിലി ഒരു ഓഫ് കിട്ടും. പ്ലസ് ഒരു CL കാണും, ഒരു SL കാണും, പിന്നെ PL കാണും. അതൊക്കെ നിങ്ങൾ കയറുന്ന കമ്പനി അനുസരിച്ചായിരിക്കും നിങ്ങളുടെ ലീവ് അലവൻസും കാര്യങ്ങളും. ഷിഫ്റ്റും കോമൺലി 8 അല്ലെങ്കിൽ 12. ഇൻഡിഗോ ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നതൊക്കെ 8 മണിക്കൂർ ഷിഫ്റ്റാണ്. ഞാൻ രാവിലെ 9:30 വരും, 4:30 ഇറങ്ങും. അപ്പൊ അതാണ് എന്റെ ഷിഫ്റ്റ് ടൈമിങ്. 4:30 തൊട്ട് അടുത്ത 8 മണിക്കൂർ അടുത്ത ആളുടെ ഷിഫ്റ്റ്. അങ്ങനെയാണ് ഷിഫ്റ്റ് ടൈമിങ്. എങ്ങനെയാണ് അവള് 12 മണിക്കൂറൊക്കെ ചെയ്യാൻ 2 ദിവസം ഇടയ്ക്ക് അവധി കിട്ടും എന്നൊക്കെ പറയും. അതെ, അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അടുത്ത ഡൗട്ട് വല്ലതുണ്ടോ? അപ്പൊ ഇവിടെ സർ, എമിഗ്രേഷനില് ജോലി കിട്ടാന് ഏത് കോഴ്സാ പഠിക്കണ്ടേ? എമിഗ്രേഷനിൽ ജോലി കിട്ടണമെങ്കിൽ അത് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇമിഗ്രേഷൻ, കസ്റ്റംസ്. ഓക്കെ, ഞാൻ ഡൗട്ട് കേട്ടു. അത് ഗവൺമെന്റ് ജോലിയാണ്. അത് നിങ്ങൾക്ക് UPSC എക്സാം എഴുതേണ്ടി വരും ഗവൺമെന്റ് ജോലി കിട്ടാൻ. എമിഗ്രേഷനിൽ നമുക്കും ഇവിടെ ജോലിയുണ്ട്. നമ്മുടെ കസ്റ്റമേഴ്സിനെ അവരുടെ ഡോക്യുമെന്റ്സും കാര്യങ്ങളും ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ടത് ഈവൻ ഒരു നമ്മുടെ കസ്റ്റമറാണ്. ഇപ്പൊ നിങ്ങൾ ഇൻഡിഗോയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഇൻഡിഗോയുടെ പാസഞ്ചർ ഒരു ഇന്റർനാഷണൽ പാസഞ്ചർ ആണെങ്കിൽ അവിടെ അവർക്ക് എന്തെങ്കിലും ഡോക്യുമെന്റേഷന്റെ വെരിഫിക്കേഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവിടെ ഇമിഗ്രേഷനിൽ നിങ്ങൾ പോയി അത് ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ടി വരും. അതും നിങ്ങളുടെ ജോലിയാണ്, ഇമിഗ്രേഷനിലെ ജോലി. ഇമിഗ്രേഷനിൽ ജോലി കിട്ടണമെങ്കിൽ യു ഷുഡ് ഹാവ് ടു റൈറ്റ് UPSC എക്സാം. ഈ കേറുമ്പോ ഞങ്ങളുടെ വെയിറ്റ് ഒക്കെ ചെക്ക് ചെയ്യില്ലേ, അതല്ലേ ഈ DMA? അത് നിങ്ങൾ ക്യാബിൻ ക്രൂ ആകുമ്പോൾ നിങ്ങളുടെ വെയിറ്റ്, ഹൈറ്റ്, പിമ്പിൾസ്, പിന്നെന്താ ഐ മാർക്ക്, സ്പെക്ട് വെച്ചിട്ടുണ്ട് എല്ലാം ചെക്ക് ചെയ്യുന്നത്. അല്ല, ഞങ്ങളുടെ ഇതുണ്ടാവില്ലോ, പിന്നെ ലഗേജിന്റെ വെയിറ്റ് ഒക്കെ നോക്കാന് ഫസ്റ്റ് പോവില്ലേ? നിങ്ങൾ ലഗേജിന്റെ വെയിറ്റ് ഒന്നും നോക്കേണ്ടി വരില്ല. ഒരു റെപ്യൂട്ടഡ് കമ്പനിയിൽ നിങ്ങൾ വർക്ക് ഞങ്ങൾ അത് നോക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ, അത് ഏത് കോഴ്സ്? ഇവിടെ അതാണ് ഇവിടുന്ന് അതാണ് യൂട്ടിലിറ്റി ഹാൻഡിൽ എന്ന് ഞാൻ പറയുന്നത്. ലോഡേഴ്സ് അവരാണ് ബാഗ് എടുത്ത് വെയിറ്റ് ഒക്കെ നോക്കിയിട്ട് പറഞ്ഞു തരുന്നത്. മാഡം 30 കിലോയ്ക്ക് മുകളിലുണ്ട്, എക്സസ് ഉണ്ട്, സോ എക്സ്ട്രാ ഫെയർ ആഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ. ഇവിടെ ബാഗ് എടുക്കാനും പിടിക്കാനും ഒക്കെ നമുക്ക് എക്സ്ട്രാ മാൻ പവർ ഉണ്ട്. അതൊന്നും ഞാൻ പാസഞ്ചർ സർവീസ്, അതൊക്കെ ഗ്രൗണ്ട് സർവീസ് ആണ്. അതിനാണ് ലോഡേഴ്സ്. ഓക്കെ,
അതൊക്കെ കമ്പനി സെപ്പറേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതിനകത്തൊട്ടൊന്നും ആർക്കും ജോലി കിട്ടില്ല ഇതിനകത്ത് പഠിച്ച. അതിനകത്ത് ഇത് പഠിക്കണമെന്നില്ല. അത് ലോഡേഴ്സ് ഒക്കെ ആവാനാണെന്നുണ്ടെങ്കിൽ 10ാം ക്ലാസ് പഠിച്ചിട്ട് നേരെ ആപ്ലിക്കേഷൻ കൊടുത്താൽ മതി. അതും നിങ്ങൾക്ക് അങ്ങനത്തെ വർക്കൊന്നും വരില്ല. അങ്ങനത്തെ ഒരു വർക്കും വരില്ല. അപ്പൊ ബാഗ് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ ബാഗ് ഉരുട്ടിക്കൊണ്ട് നടക്കുക. ഉദ്ദേശിച്ചത് വേറെതാ, സാർ പറഞ്ഞു തരുന്നത് വേറെതാ. എന്താണ് ഉദ്ദേശിച്ചത്? ഞങ്ങള് എമിഗ്രേഷൻ എന്താ പറയാ, ഫസ്റ്റ് പോകുമ്പോ ഞങ്ങളുടെ ബാഗ്സ്, ഹാൻഡ് ലഗേജ് ഇങ്ങനെ പോവും. ബാക്കി അങ്ങോട്ടേക്ക് പോകുമ്പോ അവിടെ ഇരുന്ന് പാസ്പോർട്ട് ഒക്കെ ചെക്ക് ചെയ്യുന്ന മനുഷ്യന്മാരില്ലേ? ചെക്കിംഗ് കൗണ്ടറിൽ ഇരിക്കുന്നവരോ? ഓക്കെ, അതാണ് ഞാൻ ചോദിച്ചത്. അതായിട്ട് ജോലി കിട്ടുമോന്നോ? അതിന് ഏത് കോഴ്സാണ് ഇതിൽ എടുക്കേണ്ടത് എന്നാണ് ഈ ചോദിച്ചത്. കോഴ്സ് എടുത്താൽ മതി. എനിക്ക് തോന്നുന്നു ബോർഡിംഗ് കാര്യമൊക്കെ സംസാരിക്കുന്നുണ്ടാവുക. അതെ, ബോർഡിംഗ് തന്നെ. ബോർഡിംഗ് പാസ് ഇഷ്യൂ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ അല്ലേ? ഈ സെയിം കോഴ്സ് അതെ. പഠിച്ചാൽ മതി. ഈ സെയിം കോഴ്സ്, അതാണ് പാസഞ്ചർ സർവീസിനാണ്. നിങ്ങൾ ഒരു പാസഞ്ചറിന് ഒരു അലൊക്കേറ്റഡ് ടൈം ഉണ്ട്. അതിനുള്ളിൽ നിങ്ങൾ അവരെ ചെക്ക് ഇൻ ചെയ്ത് അകത്ത് തരണം. അതെ, ഞാൻ ലേറ്റ് ആയിട്ടാണ് ക്ലാസ് ജോയിൻ ചെയ്തത്, അതുകൊണ്ട് എന്താ പറഞ്ഞത് മനസ്സിലായിണ്ടായിട്ടില്ല. ഓക്കെ, അത് ഈ സെയിം കോഴ്സ് തന്നെ പഠിച്ചാൽ മതി. ഇത് തന്നെയാണ് എടുക്കുന്നത്. ഓക്കെ. 6 month കോഴ്സ് ആണ് ഇത്. യെസ് യെസ് യെസ്. ഓക്കെ സാർ. ഇതിന്റെ റെക്കോർഡർ നിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ. ഓക്കെ, താങ്ക് യു സാർ. ജോയിൻ ചെയ്തവർക്ക് ഇതിന്റെ റെക്കോർഡ് അയച്ചു തരും. ഓക്കെ. സോ എനി അതർ ക്വസ്റ്റ്യൻസ്? എന്റെ ടൈം ഇങ്ങനെ ലിമിറ്റ് ആയിക്കൊണ്ടിരിക്കുക. എന്റെ ഫ്ലൈറ്റ് ആൾറെഡി എയർബോൺ ആയി. യെസ്, എയർബോൺ ആയി. ആർക്കെങ്കിലും എന്തെങ്കിലും കൈൻഡ് ഓഫ് ഡൗട്ട്? ഈവൻ നോ വറി, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തന്നെ എപ്പോഴായാലും ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ലൈക്ക് ജോലി എന്താണെന്ന് കറക്റ്റ് ഫുള്ളി ബ്രീഫ് ചെയ്യാനാണെങ്കിൽ എനിക്ക് ടൈമില്ല. ഐ എം സോ സോറി അബൌട്ട് ദാറ്റ് ആക്ച്വലി. ബിക്കോസ് ഒരു മണിക്ക് എനിക്കൊരു ഫ്ലൈറ്റ് ഉണ്ട്, 2 ഫ്ലൈറ്റ് ഉണ്ട്. സോ എനിക്ക് അതിനകത്തോട്ട് നീങ്ങണം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാമെന്ന് പറഞ്ഞത്. പ്രീ പ്ലാൻഡ് അല്ലല്ലോ. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു പിന്നെ കാര്യങ്ങളിലൊക്കെ അവര് അവെയർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ഡെമോ ക്ലാസ് ആണല്ലോ, എല്ലാവരും ജോയിൻ ആവട്ടെ. ഓക്കെ, വിൽ സീ. എല്ലാവരും പുതിയ കോഴ്സിലോട്ട് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഡീപ്പായിട്ട് എക്സ്പ്ലെയിൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് നോക്കാം. ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ പറഞ്ഞു വരുന്ന പറഞ്ഞാല് ഈ 6 മാസത്തെ കോഴ്സ് കഴിഞ്ഞാല് വളരെ നല്ല ഒരു സൊസൈറ്റിയിൽ നല്ലൊരു അംഗീകാരമുള്ള ജോലി നിങ്ങളെ തേടിയെത്തും എന്നുള്ളത് യാതൊരു സംശയമില്ല. കാരണം നമ്മൾ തന്നെ ഏകദേശം ഒരു 10ഓളം ഇന്റർവ്യൂസ് ഡിഫറെന്റ് എയർപോർട്ടിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇന്റേൺഷിപ്പ് കൊടുക്കുന്നുണ്ട് എയർപോർട്ടിനുള്ളിൽ 15 days. ഈ ക്ലാസിന്റെ കൂടെ തന്നെ 6 month ഫിനിഷ് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് 15 days ഇന്റേൺഷിപ്പ് ഉണ്ടാവും എയർപോർട്ടിന്റെ ഉള്ളിൽ. നിങ്ങളുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് കൊണ്ട് ഒരു ടെൻഷൻ അടിക്കേണ്ട. നിങ്ങളുടെ മക്കൾക്കോ ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ, കാരണം പൊതുവെ പേയ്മെന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പേയ്മെന്റ് ആണ് എല്ലാ ഭാഗത്തും ഉണ്ടാകുമ്പോൾ നമ്മളെ സംബന്ധിച്ചിട്ട് പിന്നെ പൊതുവെ നിങ്ങൾ ഓൺലൈനായി പഠിക്കുന്നതിന്റെ പകുതി പേയ്മെന്റ് മാത്രമാണ് നിങ്ങൾ ഇവിടെ കൊടുക്കുന്നുള്ളൂ. എന്നാൽ അതേ ക്വാളിറ്റിയിൽ നമുക്ക് സർവീസ് എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടും, ജോലിക്കുള്ള ഓപ്ഷൻ കിട്ടും, നിങ്ങൾക്ക് ഇതിന്റെ കൂടെ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എല്ലാം നിങ്ങൾക്ക് ഈ ഒരു 6 month കൊണ്ട് പ്രോപ്പറായിട്ട് ഒരു ഇന്റർവ്യൂ അതിനെ ഫേസ് ചെയ്യാന്നുള്ളത്, അല്ലെങ്കിൽ ഒരു CV അതിനെ പ്രിപ്പയർ ചെയ്യാന്നുള്ളത്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇതിലുണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾ വളരെ മെയ് ഫസ്റ്റ് വീക്കിലായിട്ട് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ വേഗത്തിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. ഇത്തരം കാര്യങ്ങളാണ് വളരെ പെട്ടെന്ന് നിങ്ങൾ പറഞ്ഞു തീർക്കാനുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളൊക്കെ സീസിലോട്ട് ഒരിക്കൽ കൂടി ഞാൻ വെൽക്കം ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. Okay, I'm also leaving. Thank you. If any kind of emergency or questions, you Okay. can call me. Okay, sir. Bye. Okay. Thank you. Thank you. ഓക്കെ, താങ്ക് യു സോ മച്ച് അഫ്സർ. താങ്ക് യു. ഓക്കെ, അപ്പൊ നിങ്ങളൊക്കെ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. തൽക്കാലത്തേക്ക് ബൈ ബൈ. താങ്ക് യു.